ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമത്തിന്റെ നിർഗുണ ഉപാസന എന്ന് പറയുന്ന അധ്യായം ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് നിർഗുണ ഉപാസന എന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓരോ നാമമായിട്ട് എടുത്ത് അതിന്റെ അർത്ഥം കൂടെ മനസ്സിലാക്കി പോകാം. നമ്മൾ കണ്ടു സമസ്ത ചരാചരങ്ങൾക്കും കാരണം അത് നിലനിൽക്കുന്ന ഒരു അഹങ്കാരം ഉണ്ട്. അപ്പൊ അതായത് എല്ലാ ഭൂതങ്ങളെയും സൃഷ്ടിച്ച ഒരു മഹാശക്തിയുണ്ട് അല്ലേ? അപ്പൊ ആ ആക്ഷൻസ് എല്ലാം തന്നെ സമസ്ത ഭൂതങ്ങളും ഞാൻ കാരണമാണ് നിലനിൽക്കുന്നതെന്നൊരു അംഗീകാരം, ആ അംഗീകാരമുള്ള ആളാണ് ദേവി. അപ്പൊ ദേവി നിരഹങ്കാര, ഇവയൊക്കെ ജയിച്ചവളാണ്. അതിൽ യാതൊരു അഹങ്കാരവും ഇല്ലാതെ സന്തോഷത്തോട് ചെയ്യുന്നവളാണ് ദേവി. അപ്പോ ആ ഒരു ആശയാണ് കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ? ഇതിൽ നിന്നാണ് പാപപുണ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ക്രിയ എന്ന് പറഞ്ഞാൽ കാമ്യകർമ്മങ്ങളെല്ലാം ക്രിയയാണ്. നിഷ്കാമമായി ചെയ്യുന്നതാണ് കർമ്മം, കാമ്യത്തോടെ ചെയ്യുന്നതാണ് ക്രിയ. ഇപ്പൊ അടുത്ത നാമം നമ്മൾ തിരുവിപ്ലവായി നമ. അപ്പൊ വിപ്ലവം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു നാശം, യാതൊരു കുറവുമില്ലാത്ത നാശമില്ലാത്ത മുക്താവസ്ഥ ദേവിയുടേതാണ്, മനുഷ്യൻ്റെതല്ല. ഇത് ആഗ്രഹിച്ചു എന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. മുക്തി എന്ന് പറയുന്നത് വളരെ ഒരു ജീവിതത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും വലിയ മനുഷ്യന്റെ ജന്മ ലക്ഷ്യം തന്നെ മുക്തിയാണ് അല്ലേ? അപ്പൊ അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് നമ്മുടെ ലൈഫിൽ. അത് നമുക്ക് കിട്ടിയോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അത് ഈശ്വരൻ തരുന്നതാണ്. ഇപ്പൊ വർണ്ണാശ്രമ വ്യത്യാസമില്ലാതെ ദേവിയെ നമുക്ക് എല്ലാവർക്കും ആരാധിക്കാം. മനുഷ്യ ജന്മം കിട്ടിയ എല്ലാവർക്കും ദേവിയെ ആരാധിക്കണം. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? അവര് പാപവും പുണ്യവും ചെയ്തുകൊണ്ടേയിരിക്കും, അറിഞ്ഞും അറിയാതെയും അവര് ചെയ്യും ഇല്ലേ? ഇപ്പോ ആ ഒരു ദേവിക്ക് എല്ലാ ശരണാഗതി ചെയ്തുകൊണ്ട് ടോട്ടൽ ഒരു സറണ്ടർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്ന നമ്മുടെ ഭാവി അല്ലെ, നമ്മുടെ ഭൂതവും ഭാവിയും എല്ലാം അറിയുന്നത് ദേവിയാണ്. നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നമുക്ക് ഇല്ലാതായി തീരും. കാരണം ഈശ്വരനെ സറണ്ടർ ചെയ്താൽ എന്താ നടക്കുക? അത് ഈശ്വരൻ്റെതായിട്ട് തീരും അല്ലേ? പിന്നെ പാപങ്ങൾ കുറയും, പുണ്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോ ആ ഒരു ഡെയിലി ജപം നമുക്ക് ദേവിയോട് ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് നമ്മളെ ഒരു പിടിപെടരുതേ, ഞാൻ അതിൽ ചെന്ന് പെടാൻ ഇടവരരുതേ അമ്മ. എപ്പോഴും ആ പാദപത്മങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണേ എന്നുള്ള ദിനം, അതാണ് സാധന എന്ന് പറയുന്നത്. സാധിച്ചെടുക്കുന്നിടം വരെ, ദേവിയെ നമ്മൾ ഉള്ളിൽ കാണുന്നിടം വരെ ഈ ഒരു പ്രാർത്ഥന എന്നും, അത് മാത്രമല്ല അവസാന നിമിഷം ഈ ശരീരം വിട്ടു പോകുന്നിടം വരെയും നമുക്ക് ആ ഒരു പ്രാർത്ഥന ദേവിയോടുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. കാരണം സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീന്ദാഗ്രം. കർമ്മഗ്രാഹം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മുതല, കർമ്മമാകുന്ന മുതല നമ്മളെ പിടിച്ചിരിക്കുകയാണ്. മാം സമുദ്ധര ഭവാർണവാത്. എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കാ സാധിക്കുന്നത്? അമ്മയ്ക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോ ദേവിയോട് ഒരിക്കലും നെഗറ്റിവിറ്റിയിൽ പോയി വീഴാതെ, അഥവാ വീണാൽ തന്നെയും കൂടെ നിന്ന് അതിൽ നിന്ന് നമ്മളെ കരകയറ്റി രക്ഷിച്ച് കൊണ്ടുപോകണേന്ന് പ്രാർത്ഥിക്കണം. എപ്പോ ദേവിയായിട്ട് അടുക്കുന്നു, സ്ഥിരമായിട്ട് 24/7 അമ്മയെ കാണുന്നു, അവർക്ക് പോസിറ്റിവിറ്റി നാച്ചുറലി വരും. കാരണം അവരുടെ നെഗറ്റീവ് കുറച്ചൊക്കെ ഇല്ലാതായിട്ട്. സൂര്യന്റെ വെളിച്ചത്തിൽ ഒരിക്കലും ഇരുട്ടിന് നിൽക്കാൻ പറ്റില്ല അല്ലേ? അമ്മ പ്രകാശമാണ്, ജ്ഞാനമാണ്, അറിവാണ്. ഇപ്പൊ നമ്മുടെ അറിവില്ലായ്മയിൽ നിന്ന് നമ്മൾ അറിവിലേക്കുള്ള പ്രയാണത്തില് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന കർമ്മങ്ങള്, കെട്ടുകള്, ഗ്രന്ഥിഭേദനം എല്ലാം നമ്മൾ അറിയാതെ നടന്നുള്ളൂ. കാരണം അമ്മയാണ് ദേവി. മക്കളുടെ പുരോഗതി നമ്മൾ കണ്ടു. ജീവനെ ശിവനാക്കുന്നതിലാണ് ദേവിക്ക് ഏറ്റവും താല്പര്യം. ശിവജ്ഞാനപ്രദായിനിയെ നമാന്ന് നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇനി നെഗറ്റീവ് ഇൻഫ്ലുവൻസസിൽ ഒന്നും വീഴാതെ നമ്മുടെ ഗുരുപാരമ്പര്യത്തെ തുടർന്ന് ആ സദാശിവനാകുന്ന പരമഗുരുവിൽ എത്തിച്ചേരണേ അമ്മ, എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചോണം. ദേവി നിഷ്ക്രോധ, ക്രോധശമിനി, ക്രോധനാശിനിയൊക്കെയാണ് അല്ലേ? ക്രോധത്തില് നമ്മുടെ പുണ്യം ഒരുപാട് ഇല്ലാതായി പോവും, അലിഞ്ഞു പോവും, മെൽറ്റായി പോവും എന്നൊക്കെ പറയാറുണ്ട്. കാരണം വളരെ വർഷം വേണം പുണ്യം സമ്പാദിക്കാൻ. ചൊവ്വാഗ്രഹത്തിന്റെ ആധിപത്യമാണ് 90% എല്ലാവർക്കും. കാരണം ഈ ക്രോധത്തിന് കാരണം അതാണ്. അപ്പൊ ചൊവ്വ എന്ന് പറഞ്ഞാൽ എന്താ? രക്തവർണം, കഠിന പ്രവൃത്തി, ആക്രമണം എല്ലാം ആണ്. അപ്പൊ അതൊരു ഫയർലി ആണെന്ന് പറയാം, അഗ്നിയാണ്. അപ്പോ നമ്മള് പൂജ ചെയ്യുമ്പോഴോ ഹോമം ചെയ്യുമ്പോഴോ യജ്ഞം ചെയ്യുമ്പോഴോ എല്ലാം നമ്മുടെ ദേഷ്യത്തെ നമ്മൾ വളരെയധികം കൺട്രോൾ ചെയ്യേണ്ടതായിരിക്കണം. കാരണം ചൊവ്വാദോഷം ഉള്ളവര് ശപിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്.
കാരണം അത് അനുഭവിച്ച് തീരണം. മഹാവിഷ്ണുവിന്റെ തലവരെ മാറ്റേണ്ടി വന്നു ഇല്ലേ? അപ്പോ ആ ഒരു ഇതുകൊണ്ടാണ് ചൊവ്വാദോഷക്കാരെ നമ്മൾ മാറ്റി നിർത്തുന്നത്. അപ്പോൾ സ്ത്രീകളെ ശപിക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. പതിവ്രതകളുടെ ശാപം വെറുതെ പോകില്ല എന്ന് പറയാറുണ്ട്. പുരുഷന്റെ ശാപവാക്കിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം സ്ത്രീ എന്ന് പറയുമ്പോൾ അമ്മയാണ് അല്ലേ? അപ്പൊ ആ സ്ത്രീ, ഒരു പതിവ്രതയായ സ്ത്രീയെ, തെറ്റ് ചെയ്യാത്ത ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീയെ പറ്റിക്കുകയും എന്താ പറയാ അവരെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖമാണ് ശാപം. അത് വെറുതെ പോവില്ല, അനുഭവിച്ച് തന്നെ തീരണം. അപ്പോ ഒരു സാധകൻ എന്ന് പറയണത് ഇങ്ങനെയുള്ള ഡൗട്ട്സ് നമ്മുടെ എന്താ പറയാ നമുക്ക് ആ ഒരു സെൽഫ് റിയലൈസേഷന്റെ പാത്തിൽ വരുന്ന ഡൗട്ട്സ് എല്ലാം തന്നെ നമ്മള് ഗുരുവിന്റെ പാദത്തിൽ വെച്ച് നമുക്ക് സംശയ നിവർത്തി വരണം. ഗുരുവിലൂടെ നമുക്ക് കിട്ടുന്നത് ദേവിയുടെ തന്നെ അനുഗ്രഹമാണ്. അപ്പൊ ദേവി തന്നെയാണ് എല്ലാ ഡിവോട്ടീസിനെ അല്ലെങ്കിൽ സാധകനെ, ഭക്തരെ എല്ലാം നയിക്കുന്നത് അമ്മയാണ്. കാരണം ആ ഒരു എന്താ പറയാ 5 ക്വാളിറ്റീസ് എന്താ പറയാ ദേവി തന്നെ അവർക്ക് കൊടുക്കും. കാരണം അവരുടെ ദേവി അവർക്ക് കൊടുക്കുന്ന 5 ശീലങ്ങൾ, നല്ല അനുഗ്രഹങ്ങളും ഉണ്ട്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ശരീരത്തെ ശുചിയാക്കുന്നത് എന്താ പറയാ അതിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാരണം ശരീരബോധത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പൂജ ചെയ്യുമ്പോഴും ഈവൻ വൈദികമായിട്ട് പൂജകൾ ചെയ്യുമ്പോൾ ബാഹ്യശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനായിട്ട് കുളിക്കുമ്പോൾ നമ്മൾ സപ്തനദി ധ്യാനം ചെയ്ത് വേണം കുളിക്കാൻ. നമുക്കറിയാം ഗംഗേജ യമുനെ ജൈവയൊക്കെ പറഞ്ഞ് നമ്മൾ ശരീരത്തിന് 3 ലെയർ ഓഫ് സ്കിൻ ഉണ്ട്. അത് താണ്ടിയാണ് അകത്തേക്ക് പോകേണ്ടത്. ഇപ്പൊ ശരീരത്തിൽ പറ്റുന്ന അഴുക്കുകളെല്ലാം തന്നെ ബാഹ്യ സ്നാനം കൊണ്ട് പോകും. അപ്പോ ആ ഒരു മംഗള വസ്തുക്കൾ തൊടണം. അതായത് വിളക്ക്, വെറ്റില, ശ്രീചക്രം ഇവയൊക്കെ തൊട്ടാൽ തന്നെ നമുക്ക് ബാഹ്യശുചി കിട്ടുമെന്ന് പറയാറുണ്ട്. അപ്പോ അപവിത്ര പവിത്രോവ സർവാവസ്ഥാം ഗതോപിവ യസ് മരേത് പുണ്ടരീകാക്ഷം സ ബാഹ്യ ആഭ്യന്തര ശുചി. മന്ത്രസ്നാനം ചെയ്യണം. കാരണം നമ്മൾ വെള്ളത്തിൽ തൊട്ട് ജപിച്ച് കുളിക്കണം. ഉള്ളിലെ ദേവിക്ക് മന്ത്രപൂരിതമായിട്ടുള്ള ജലം കൊണ്ട് അഭിഷേകം ചെയ്യണം. അപ്പൊ ജപം, തപം, സത്സംഗം എല്ലാം ബാഹ്യ നെഗറ്റിവിറ്റിയെ മാറ്റും. അപ്പൊ നമ്മുടെ ശരീരം സപ്തധാതുക്കളാൽ ഉണ്ടാക്കിയതാണ് ഈ സ്ഥൂല ശരീരം. 17 ധാതുക്കളാൽ ഉണ്ടാക്കിയതാണ് സൂക്ഷ്മ ശരീരം. അപ്പൊ സപ്തധാതുക്കളിൽ ഉണ്ടാക്കപ്പെട്ട ഈ സ്ഥൂല ശരീരത്തില് ധാരാളം വാസനകളും ദോഷങ്ങളും ബാഹ്യ അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകും. അതിന് മന്ത്രജപ ആ ഒരു മന്ത്ര ജലസ്നാനം, ന്യാസങ്ങള്, ഉപാസനകള് എല്ലാം തന്നെ നമ്മളെ സഹായിക്കും. ഇപ്പൊ ചൊവ്വയുടെ ദേഷ്യം അല്ലെങ്കിൽ ചൊവ്വയുടെ ദോഷം എന്നൊക്കെ നമ്മൾ പറയാം, അത് ഇല്ലാതാക്കാൻ നരസിംഹ മന്ത്രം വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. ചൊവ്വാദോഷം അത് ഇല്ലാതാക്കും. നരസിംഹ ദർശനത്തിന് പോലും പ്രയോജനമുണ്ട്. ശിവ ശക്തി സംയോഗമാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം അല്ലെ, നമ്മുടെ പിങ്കള നാഡി, ഒന്ന് ശിവനാഡി, ഒന്ന് ശക്തി നാഡി. മഹാന്മാരും ഗുരുക്കന്മാരും അവരുടെ ഒരു ഗുരുക്കന്മാരും നമ്മുടെ സഹായം അത് ഉയർത്താൻ വരുന്നവരാണ്. നമ്മൾ അവരെ ബഹുമാനിക്കണം. കോപത്തോടെ എന്ത് ഉപചാരം ചെയ്താലും ഈശ്വരൻ സ്വീകരിക്കില്ല. ബൃഹസ്പതി എന്ന ഗുരുവിന്റെ അനുഗ്രഹം വേണം. സത്സംഗം നമുക്ക് ധാരാളം അറിവ് തരും. സത്സംഗം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന അഴുക്കുകളെ കഴുകിക്കളയുന്ന ഒരു ഗംഗാ സ്നാനം തന്നെയാണ്. അറിവാണ് നമ്മുടെ അഴുക്കുകളെ, ഉള്ളിലിരിക്കുന്ന അജ്ഞതയെ ഇല്ലാതാക്കുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് അമ്മയിലെത്താം. ഈ അഴുക്ക് കിടക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അമ്മയിൽ എത്താൻ പറ്റില്ല അല്ലേ? അപ്പൊ ഉപാസനകള് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി തരും. അപ്പൊ ഞാൻ യാർ അല്ലേ, ഹൂ ആം ഐ. അപ്പൊ പരമാത്മാവിനെ അമ്മയായിട്ട് കാണണം. എന്തെന്നാല് അമ്മയോടാണെങ്കിൽ നമ്മളെല്ലാം തുറന്നു പറയും അല്ലേ? നമുക്ക് തുറന്നു പറയാൻ ആ പൊക്കിൾ കൂടി ബന്ധം. അമ്മയുടെ ഉള്ളിലായിരുന്ന നമ്മള് എപ്പോഴാണ് ഇൻഡിവിജ്വൽ ആയിട്ട് പുറത്തു വന്നത്? എന്നാൽ തന്നെയും ആ പൊക്കിൾ കൂടി ബന്ധം എന്നും അമ്മയായിട്ട് ഒരു കുഞ്ഞിനുണ്ടായിരിക്കും. അതൊരിക്കലും ഇല്ലാതാകുന്നില്ല. അമ്മയ്ക്ക് മാത്രമേ ദുഃഖ നിവർത്തി ഇല്ലാതാക്കാൻ സാധിക്കൂ. അമ്മയോടെല്ലാം പറയണം. ഉറങ്ങുന്നതിന് മുമ്പ് ആ ഒരു നിമിഷത്തില് അവരവരുടെ ആ ഇൻഡിവിജ്വാലിറ്റി എന്താ പറയാ എല്ലാം മറന്ന് ഞാൻ അമ്മയുടെ ഒരു ഭാഗമാണ് അല്ലേ, ആ ഡ്യുവാലിറ്റി നമ്മുടെ മനസ്സിൽ വരരുത്. ഞാൻ വേറെ അമ്മ വേറെ അല്ല. ആ ശിവശക്തിയോട് എല്ലാം പറയണം. ശിവനും ശക്തിയും വേറെയല്ല, അമ്മയും അച്ഛനും ഒന്ന് തന്നെയാണ്. അമ്മ, ഞാൻ ഇതൊക്കെ ആ ഒരു അധർമ്മങ്ങള് നല്ലത് ചെയ്തു, മോശം ചെയ്തു അമ്മ, എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചെയ്തു പോയി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. എനിക്ക് ഒരു രഹസ്യം ഒന്നുമില്ല. കാരണം എന്താ? എല്ലാത്തിനും സാക്ഷിയായിട്ട് നീ തന്നെയല്ലേ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഈ ശരീരത്തിന്റെ ഉടമസ്ഥ അമ്മ തന്നെയല്ലേ.
ഇതെല്ലാം നമുക്ക് അമ്മയോട് പറയാം. അപ്പൊ ഭാവനയിൽ കാണണം, ദേവി നമ്മുടെ അടുത്തിരിക്കുന്നു, നമ്മുടെ ഉള്ളിലിരിക്കുന്നു, നമ്മളൊരു കൊച്ചു കുഞ്ഞായിട്ട് അമ്മയുടെ പാദത്തിൽ തലവെച്ച് കിടക്കുന്നു, അല്ലെ, അമ്മ തലോടുന്നു. ഇതൊക്കെ നമുക്ക് ഭാവനയിൽ കാണാം. ഇത് എന്നും പറയുമ്പോ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എല്ലാം അമ്മയുടെ അടുത്ത് എത്തിക്കും നമ്മളെ. അപ്പൊ സംശയഗ്നി, അമ്മയ്ക്കൊരു നാമമുണ്ട് ലളിതാ സഹസ്രനാമത്തില്, സന്ദേഹത്തെ നമ്മളെ ഓവർകം ചെയ്യാൻ അതുകൊണ്ട് അറിവ് കൊണ്ട് മാത്രമേ സാധിക്കൂ. നമുക്ക് സംശയ കൊണ്ടാണ് പലതും ഇത് ചെയ്യാൻ ശരിയാവുമോ. അപ്പൊ ആ സംശയത്തെ ഇല്ലാതാക്കുന്നവളാണ് അമ്മ. ആ അറിവ് തരുന്നവളാണ്, ജ്ഞാനത്തെ, അല്ലെ, ചിതിരൂപിണി, ചിത്ത അറിവ് തരുന്നതാണ് അമ്മ. ജീവിതത്തിൽ സംശയങ്ങൾക്ക് കാരണം എന്താ? ആ ആത്മീയമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നത്. ആധ്യാത്മിക അറിവ് വേണം, അല്ല ലൗകിക അറിവല്ല. ലൗകിക സംശയങ്ങൾ നമുക്ക് ഇല്ലാതാക്കാം, അല്ലെ, അറിവുള്ളവരോട് പോയി പ്രൊഫസർമാരോടും ടീച്ചർമാരോടും ഒക്കെ ചോദിച്ച് നമുക്ക് ബാഹ്യമായിരിക്കുന്ന സംശയങ്ങളെല്ലാം ഇല്ലാതാക്കാം. പക്ഷേ നമുക്ക് ഇങ്ങനെ വരുന്ന ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട, ജീവിതം എങ്ങനെ പോകും, ഇപ്പൊ ലൗകിക സംശയങ്ങൾ പോലെ അല്ല നമ്മുടെ ഉള്ളിലെ മനസ്സിനുണ്ടാകുന്ന സംശയങ്ങൾ. അപ്പോ ഒരേ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് രണ്ട് അനുഭവങ്ങൾ കാണും. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു, ഇല്ലേ എന്ന് ഓർത്ത് നമ്മളെ ഓരോ കാര്യത്തിലും എന്താ പറയാ, ദുഃഖിയായിട്ട് രോഗഗ്രസ്തരായിട്ട് മാറും. അപ്പോ എന്നാ മന്ത്രങ്ങള് നിന്നെ കുറിച്ചുള്ള അറിവ് സംശയങ്ങൾ ഇല്ലാതാക്കും. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ദേവതയാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ദേവി ആവിർഭൂതയാക്കാൻ നമുക്ക് മന്ത്രങ്ങൾ മാത്രമേ ജപിക്കാൻ പറ്റൂ, ഇല്ലേ. കോപം ഇല്ലാതാവും. ആ കോപം തപശക്തി ഇല്ലാതാക്കും. കാരണം നമ്മൾ ഒരു തപസ്സിലൂടെ നേടുന്ന എനർജി എല്ലാം ഒരു കോപത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് ഈശ്വരനെ കുറിച്ചുള്ള ദൃഢവിശ്വാസം വേണം. നമ്മള് പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ആ ഒരു ദുഃഖഘട്ടങ്ങള്, അല്ലെ, ആ ഒരു വല്ലാത്ത ചില ദുഃഖങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഈശ്വരനുണ്ടോ, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു, ഞാൻ ജപിച്ചിട്ട് എന്താ ഫലം കിട്ടാത്തത് എന്നെല്ലാം നമുക്ക് നമ്മുടെ മനസ്സ് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അപ്പോഴെല്ലാം മനസ്സിന്റെ സംശയത്തിനെ മാറ്റി, മനസ്സ് മായയുടെ ഫലമാണ്, പ്രകൃതിയാണ് മനസ്സ്, അല്ലെ. അന്നാത് മനഃം നമ്മൾ കണ്ടു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചായിരിക്കും മനസ്സ്. അതിനെ മാറ്റിക്കൊണ്ട് സാക്ഷിയായിട്ട് നിൽക്കുന്ന അമ്മയെ നമ്മൾ കാണണം. കാരണം അമ്മ ആരാ? നമുക്ക് അമ്മയുടെ പേര് നിർഗുണ, നിർലേപ, നിഷ്കാരണ, നിർഭയ, നിസ്സംശയ. ഇതെല്ലാം അമ്മയാണ്, അല്ലേ. അപ്പൊ ഈ നാമങ്ങൾ തന്നെ ആ സാധകനെ രക്ഷിക്കും, ഉറപ്പാണ്. നമുക്ക് ഭയം ഇല്ലാതാക്കും, സംശയത്തെ ഇല്ലാതാക്കും, എന്താണ് കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ഇതിനെയാണ് നമ്മൾ പഞ്ച ഐക്യ അനുസന്ധാനം എന്ന് പറയുന്നത്. ഇത് സെൽഫ് എക്സിസ്റ്റൻസ്, മന്ത്രം, മന്ത്രദേവത, യന്ത്രം, ഉപാസകൻ, ഗുരു, ഇവരില് ഒരു വ്യത്യാസം കാണരുതെന്ന് പറയുന്നത് അതുകൊണ്ട്. കാരണം നമ്മള് മന്ത്രം, മന്ത്രദേവത, യന്ത്രം, ഉപാസകൻ, ഗുരു, ഇതിൽ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാരിലും ഇരിക്കുന്ന ഒരേ അമ്മയാണ്. നമുക്ക് ഗുരു എന്താ ചെയ്യുക? നമുക്ക് അമ്മയെ കാണിച്ചു തരണു, ഇല്ലേ. മന്ത്രം എന്താ? മന്ത്രദേവത. യന്ത്രം ശ്രീചക്രം, അല്ലെ, അതാണ് അമ്മ. ശ്രീചക്രം നമ്മുടെ ശരീരമാണെന്ന് പറഞ്ഞു വരുന്നതാണ് നമ്മുടെ ഗുരു. ബാഹ്യമായിരിക്കുന്ന ശ്രീചക്രത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച് നമ്മുടെ ശരീരമാകുന്ന ശ്രീചക്രത്തിലെത്തി അവിടെ അകത്ത് നമ്മുടെ ചിന്താമണി ഗൃഹത്തിലിരിക്കുന്ന അമ്മയെ കാണിച്ചു തരുന്ന ദേശികനാണ് ഗുരു. അപ്പൊ ഇതിനകത്ത് ഗുരുവിന്റെ ഉള്ളിൽ ആരായിരിക്കുന്നത്? അമ്മ തന്നെ. അപ്പൊ ഇതിനെല്ലാം നമുക്ക് ഒരിക്കലും ഒരു വ്യത്യാസം കണ്ടെത്താതെ ഇതെല്ലാം ഒന്നാണെന്ന് നമ്മൾ കാണണം. ഒരു ഉപാസകന് ഈ 5 ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. നമ്മെ സംശയിക്കരുത്. സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട പിന്നെ എന്താ? ഭ്രാന്താകും, അല്ലേ. നമുക്ക് ആ ഒരു നമ്മൾ ദേവിയെ പറയുന്നുണ്ട്, യാ ദേവി സർവഭൂതേഷു ഭ്രാന്തി രൂപേണ സംസ്ഥിത. അപ്പൊ നമ്മൾ വിചാരിക്കും അമ്മ എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഡില്യൂഷൻ. നമുക്ക് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അറിഞ്ഞൂടാത്ത അവസ്ഥ, അതിനെയാണ് ഡില്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് സംശയം, ഏതാ? ഡ്യുവാലിറ്റിയിൽ വരുന്ന സംശയം, അതാണ് ഭ്രാന്തി. ഭ്രാന്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ഡ്യുവാലിറ്റി തന്നെയാണ്. അപ്പൊ അതില്ലാതാക്കുന്നവൾ അമ്മയാണ്. അപ്പോ നീ നിന്നെ അറിയണം. എല്ലാറ്റിനും അടിസ്ഥാനം സെൽഫ് കോൺഫിഡൻസ് ആണ്. അതിനാദ്യം എന്ത് വേണം? സെൽഫിനെ അറിയണം, അല്ലെ. വലിയ മന്ത്രങ്ങൾ അറിയില്ലെങ്കിലും ഒരു മന്ത്രം മതി, ഞാൻ ആര്. ഇപ്പൊ ഒരു മന്ത്രത്തില് മനസ്സിനെ വയ്ക്കണം, മരിച്ചാലും അത് വിടരുത്. ആ ഒരു സിമ്പിൾ മന്ത്രം മാത്രം മതി. പിന്നെ നമുക്ക് ആ മന്ത്രം നമ്മളെ കൊണ്ടുപോയിക്കോളും, അല്ലെ. മന്ത്രം വിൽ ടേക്ക് യു, അല്ലെ, ഗീവ് ഇൻഫർമേഷൻസ്. നമുക്ക് അറിവ് തരുന്നത് ആ മന്ത്രമായിരിക്കും. അപ്പൊ തന്റെ ആ മന്ത്രത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കണം. ഗുരുമുഖമായി കിട്ടുന്ന മന്ത്രവിശേഷം, മന്ത്രദേവത, ആ ദേവതയെ നമ്മൾ ജീവനെ പോലെ വിശ്വസിക്കണം.
അപ്പൊ നമ്മുടെ ജീവൻ തന്നെയാണ് അമ്മ, ഇല്ലേ? അമ്മ ഇവിടുന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഈ ശരീരം ജഡമായിട്ട് തീരും. അപ്പൊ തന്റെ മന്ത്രദേവതയെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുകയേ ചെയ്യരുത്. നമ്മുടെ മന്ത്രദേവത നമ്മുടേത് മാത്രമാണ്. അപ്പൊ ആ ഒരു ദേവതയുടെ മന്ത്രം, ദേവതയുടെ യന്ത്രം, ആ ഒരു മന്ത്രം എന്ന് പറയുന്ന മന്ത്രദേവതയാണ്, യന്ത്രം നമ്മുടെ ശരീരം തന്നെയാണെന്ന് നമുക്ക് കാലക്രമേണ മനസ്സിലാവും. സ്വസ്തി പത്മം എന്ന് പറയുന്നത് ഗണപതിയുടേതാണ്. ഗണപതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആണ്, അല്ലെ? വിനായകൻ, വിനയമുള്ളവൻ. അപ്പൊ സ്വസ്തി പത്മത്തിലും സപ്ത ഋഷികളും ഒരു രേഖയില് സുബ്രഹ്മണ്യനും ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ശരീരം എന്ന യന്ത്രത്തിലൂടെ ബാഹ്യ ദേവതാ ശക്തികൾ അകത്ത് പ്രവേശിക്കണമെന്ന് പറയാറുണ്ട്. അപ്പൊ ക്ഷേത്ര ദർശനം വളരെ കടുത്ത നിറമില്ലാത്ത തുണികള്, ഈ ഒരു ക്രീം കളർ, അല്ലെ? അപ്പോ എന്താ പറയാ, അങ്ങനെ നമ്മള് ശരീരത്തിൽ കുളിച്ചു കഴിഞ്ഞ് ഒരുപാട് ക്രീമൊക്കെ വാരി പൂശിയൊക്കെ പോയി കഴിഞ്ഞാല് ഈ എനർജി നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് അകത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല. കാരണം നമ്മള് ഈ ശരീര യന്ത്രത്തിലൂടെ ഒരുപാട് പോസിറ്റീവ് എനർജി അകത്തേക്ക് പോകുന്നുണ്ട്, അല്ലെ? സൂര്യന്റെ എനർജി എങ്ങനെയാ ഉള്ളിൽ പോകുന്നത്? 6 ചക്രങ്ങളിലൂടെ, അല്ലെ? 7 രശ്മികള്, 7 നിറങ്ങള് നമ്മുടെ പല ആധാരങ്ങളിൽ കൂടെ ഉള്ളിൽ പോകുന്ന പോലെ പല എനർജികളും നമ്മുടെ ഉള്ളിൽ പോവാറുണ്ട്. അപ്പൊ ക്ഷേത്ര ദർശനത്തിൽ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ ലൈറ്റ് കളർ സാരികളൊക്കെ ഉടുത്ത് വളരെ എന്താ പറയാ, ശരീരത്തെ ഈ ബാമുകളൊന്നും പുരട്ടാതെ ശുദ്ധമായിട്ട് പോകണം. പുരുഷന്മാർക്ക് ഹൃദയസ്ഥാനത്തിലൂടെയും സ്ത്രീകൾക്ക് ഭ്രൂമത്യത്തിലൂടെയാണ് ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഏത് എനർജി നമ്മുടെ ഉള്ളില് പ്രവേശിക്കുന്നത്. അപ്പൊ അടുത്തത് ഗുരു. ഗുരു മന്ത്ര ഉപദേശം തന്ന ആളാണ്. അച്ഛൻ, അമ്മ, അച്ഛനമ്മമാരാണ് നമുക്ക് ആദ്യം കുട്ടിക്ക് മന്ത്രം എന്താ നൽകുന്നത്, ഇല്ലേ? മനനാൽ ത്രായതേ ഇതി മന്ത്രം. അപ്പൊ ജപിക്കുന്നവരെ രക്ഷിക്കുന്നതാണ്. ഇത് ലൗകികം. ആധ്യാത്മികതയില് മനസ്സ് ശരീരത്തിൽ നിന്ന് വിടണം. അതിനായിട്ട് ആത്മജ്യോതി പെരും ജ്യോതി, അല്ലെ? ആ ആത്മജ്യോതി പെരും ജ്യോതിയില് ലയിക്കണം. അരുൾ പെറും ജ്യോതി, ഇല്ലേ? വള്ളനാർ പാടിയതാണ്. ആ ഒരു വലിയ ജ്യോതിയില് നമ്മുടെ ഈ ചെറിയ കുഞ്ഞു വിളക്ക് പോയി ലയിക്കണം. അപ്പൊ ഗുരുവിൽ നിന്ന് മന്ത്രം വാങ്ങണം. ഗുരുവിന്റെ മാഹാത്മ്യം പറയാൻ പറ്റില്ല. നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് നൽകുന്ന പേര് അച്ഛനമ്മമാര് തരുന്നതാണ്. മന്ത്ര ഉപദേശം എന്ന് പറയുന്നത് അർത്ഥമുള്ള പേരിടണം. കാരണം അമ്മ ഒരു വലിയ മന്ത്രമാണ്. കാരണം അമ്മ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിന്റെയും അമ്മ, ശരീരത്തിന്റെ അമ്മ, എല്ലാത്തിനും അമ്മ എന്ന് പറയുന്ന ഒരു നാമം തന്നെ ഒരു മന്ത്രമാണ്. ഇപ്പൊ കൃഷ്ണ വലിയ മന്ത്രമാണ്. ഇപ്പൊ മന്ത്രം അതീവ ശക്തിയുള്ളതാണ്. അപ്പൊ ഏക അക്ഷരം ഗുരുവിന് കൊടുക്കുന്നത് ഓം എന്നാണ്. ആ ഓം എന്നാണെങ്കിൽ പോലും അത് ഒരു ശിഷ്യന് കൊടുക്കുന്നത് ഈ ഭൂമിയില് എന്താ പറയാ എത്തുമ്പോ അത് കൊടുത്താൽ മതി. അതിന് പകരമായിട്ട് വേറൊന്നും ആവില്ല. ഗുരു കൊടുക്കുന്ന മന്ത്രത്തിന് എന്താ പറയാ, ഒരിക്കലും നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. അപ്പോ നമ്മളെ പ്രണിപാതേന പരിപ്രശ്നേന സേവയ, ഗുരുവിന്റെ അടുത്ത് തൊഴുകൈകളോടുകൂടി ചെന്ന് ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് വേണ്ടത് മനസ്സിലാക്കിക്കൊള്ളാം. കാരണം എന്താ? കാലം ജഗത് ഭക്ഷക. കാലം എന്ന് പറയുന്നത് ഈ ജഗത്തിനെ ഇല്ലാതാക്കുന്നു. ഈ ജഗത്ത് ഇല്ലാതാകും, ഇല്ല? നമ്മുടെ ശരീരം അതിന്റെ കൂടെ തന്നെ പോകും. എത്രയോ തലമുറകൾ നമ്മൾ കഴിഞ്ഞു പോയി, ഇനി എത്രയോ തലമുറകൾ വരാനിരിക്കുന്നു. നമുക്ക് ഈ ശരീരം കിട്ടുന്ന കുറച്ചു കാലം നമുക്ക് ഗുരുവിലൂടെ ഈശ്വരനെ അറിയാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം. കാരണം ഗുരുവിന്റെ മന്ത്രമാണ് നമുക്ക് സമാധി അവസ്ഥയിൽ എത്തിക്കുന്നത്. സമ ആധി. എന്താ സമാധി? നമുക്ക് ആ ഒരു ഇക്വിലിബ്രിയം, ബുദ്ധിയിലുള്ള ഇക്വിലിബ്രിയം, സമമായിട്ടുള്ള ബുദ്ധി. സമാധി 4 വിധം ഉണ്ടെന്ന് പറയാറുണ്ട്. സമാധി എന്നാൽ ശരിക്കും പറഞ്ഞാല് ആ ഒരു സ്റ്റേറ്റസ് ഓഫ് മൈൻഡ് ആണ്. കാരണം സ്റ്റേറ്റസ് ഓഫ് മൈൻഡ് ദാറ്റ് വിൽ ഹാവ് നോ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ എനിത്തിങ്സ്. കാരണം നമുക്ക് ഒന്നിലും ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. എല്ലാം ഈശ്വരനെ കാണാൻ. അതാണ് രുദ്രത്തിൽ പറയുന്നത്, അല്ലെ? ചണ്ടാളനും പട്ടിയെ തിന്നുന്നവനും പട്ടിയും എല്ലാം അവിടുന്ന് തന്നെയാണ്. അപ്പോ ഇത് എന്താ പറയാ, ഇത് നമുക്ക് നിർഗുണ ഉപാസനയിലൂടെ വളരെ പെട്ടെന്ന് ലഭിക്കുന്നു പറയണു. കാരണം ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് ആ മരണം, ശരീരത്തിന്റെ മരണത്തിലൂടെ നമുക്ക് ഈ ആത്മജ്ഞാനം കൊണ്ട് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഈ ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്ക് മരണത്തെ പിടിച്ചു കെട്ടാൻ പറ്റൂ. നമ്മള് ഉർവാരികമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃതാത്, അല്ലെ? ശരീരം എന്ന് പറയുന്നത് പഴുത്ത
വെള്ളരിക്ക ഞെട്ടിൽ നിന്ന് അടർന്ന പോലെ കാലമാകുമ്പോൾ നമ്മുടെ ശരീരം വിട്ടുപോകും. പക്ഷെ മരണമില്ലാത്തതിനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ, അമൃതത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, ആത്മാവിന് മരണമില്ല എന്നുള്ള സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരണത്തെ എന്താ പറയാ അതിജീവിക്കാൻ സാധിക്കും. അല്ലാതെ ശരീരം മരിക്കില്ല എന്നുള്ള അല്ല എൻ്റെ അർത്ഥം. ഈ ആത്മാവിന് മരണമില്ല. അപ്പൊ മരണമില്ലാത്ത വസ്തുവിന് എന്താ, വേറൊരു ജീവൻ, വേറൊരു ശരീരം എടുക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ആത്മജ്ഞാനിക്ക് ഭയമില്ല. കാരണം എന്താ, ആത്മാവിന് മരണമില്ല. അതുകൊണ്ട് തന്നെ അപ്പോ ആ ഒരു പകല് ശരീരകർമ്മങ്ങള് ശരീരം പല കർമ്മങ്ങളും ചെയ്യും, പാപപുണ്യങ്ങള് ആ ഒരു സമ്പാദിക്കും. രാത്രി മനസ്സ് ആ ഒരു സഞ്ചരിച്ച് പാപപുണ്യങ്ങള് എന്ത് ചെയ്യണം, ആത്മാവിന്റെ സഞ്ചാരം എവിടെയായിരിക്കണം, തിരിച്ച് നമ്മുടെ വന്ന ആ ഒരു ഗുഹയിലേക്ക്, അല്ലെ? നമ്മുടെ ജീവാത്മാവ് ഇരിക്കുന്ന അഷ്ടതല പത്മം നമ്മുടെ ഹൃദയത്തിൽ വലതുഭാഗത്ത് ഞാൻ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പൊ ഈ പാപപുണ്യങ്ങൾ സമ്പാദിച്ച ആത്മാവിന്റെ സഞ്ചാരം പിന്നെ എന്താ, രജത ശൃംഗം. കാരണം അംബിലിക്കൽ കോഡ് എന്ന് പറയുന്നത് ഒരു സിൽവർ കോഡാണ്. അത് ജീവനെ, അതാണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്, നമ്മളെ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുന്നത് അതാണ്. ഇപ്പൊ ശരീരത്തിനകത്ത് 96 ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറയാറുണ്ട്, ആപ്സ് ഉണ്ട്. നമ്മളിപ്പോ ഇതില് നമ്മുടെ ഫോണിലൊക്കെ ഇത്രയും ആപ്പുകൾ ഉണ്ടെന്ന് പറയില്ല, അതുപോലെ നമ്മുടെ ശരീരത്തിലുണ്ടത്. അപ്പൊ ജനിക്കുമ്പോൾ തന്നെ മനസ്സിലൂടെയാണ് എല്ലാം ട്രാവൽ ചെയ്ത് ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. അപ്പൊ ശരീരം വിട്ട് എവിടെ പോകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരീരത്തിന് എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് തിരിച്ചു വരും. കാരണം ധ്യാനം ഈ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യും. അംബിലിക്കൽ കോഡ് വീണു പോയാലും ആ ഒരു സഹസ്രാരത്തില് ആ ഒരു കണക്ഷൻ ഉണ്ട്. ദേവി നിത്യബുദ്ധയാണ്, നിത്യശുദ്ധയാണ്, നിരന്തരയാണ്, നിരുപാധിയാണ്, നീരാകായാണ്, അല്ലെ? എല്ലാം ഭഗവതി തന്നെയാണ്. ആ അമ്മ തന്നെയാണ് സുഖപ്രദയും. സംശയമില്ലാത്ത പാപപുണ്യമില്ലാത്ത നിലയാണ് സുഖം എന്ന് പറയുന്നത്. ഇപ്പൊ മരണസമയത്ത് ജീവനാണ് ശരീരത്തെ ഉപേക്ഷിക്കുന്നത്. അപ്പോ എല്ലാം തരുന്ന ദേവിക്ക് നമുക്കിതെല്ലാം തന്നതാരാ, നമ്മളെ ഇവിടെ കൊണ്ടുവന്നതാരാ? ആ മഹാശക്തി തന്നെയാണ്, അല്ലെ? ഒരു നന്ദി പറയാൻ പോലും നമ്മൾ തയ്യാറാവുന്നില്ല. കാരണം മരണസമയത്ത് വീണ്ടും ഇവിടെ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ട്, അതിനെ നിലനിർത്താൻ പറ്റുമോ, അല്ലെ? അത് ആർക്കൊക്കെ കൊടുക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് തന്ന ആളിനെ ഒന്ന് സ്മരിച്ച് ആ അമ്മയുടെ പാദപത്മങ്ങളിൽ എല്ലാം ഇറക്കി വെച്ച് വീണ്ടും വന്നിടത്തേക്ക് ഒരു തിരിച്ചുപോക്കാണ് ആത്മാവ് ചെയ്യുന്നത്, അല്ലെ? ഇതെല്ലാം നമ്മൾ ഇത്രയും നന്ദികേട് കാണിച്ചാലും ഈ അമ്മ എന്താ ചെയ്യുന്നത്, നമ്മളെ രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു, ആ കരുണാമയി. അപ്പോ നമുക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു വൺസ് വി അറ്റൈൻ ദ സാൽവേഷൻ ഈവൻ വിത്ത് ഫോംലെസ്, നമുക്ക് ഈ ഫോംലെസ്സിനെ കിട്ടാൻ ഭയങ്കര പാടാ, അല്ലെ? അപ്പോ വർഷിപ്പ് ഹർ ബൈ നോയിങ് സെൽഫ്. നമ്മൾ നമ്മുടെ ആത്മാവിനെ അറിഞ്ഞ് ദേവിയെ എപ്പോഴും ഉപാസന ചെയ്യണം. ഇതിനപ്പുറം ദേവിക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ഇല്ല, അല്ലെ? അപ്പോ ഇതാണ് ശരിക്കും നിർഗുണ ഉപാസന എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിന്റെ ഓരോ നാമങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി പോവാം. കാരണം ഇങ്ങനെ ഒരുമിച്ച് പറഞ്ഞാലും പലർക്കും നാമങ്ങളുടെ അർത്ഥം അറിയണം എന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് മാത്രം നാമങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പൊ ശാന്തിമതി എന്നുള്ള നാമത്തിൽ 131 നിർത്തി, അടുത്ത നിരാധാര. നമ്മളത് കണ്ടു, അല്ലെ? നിരാധാര എന്ന് പറഞ്ഞാൽ 132ാമത്തെ നാമം, ആധാരമില്ലാത്തവൾ, നിർ ആധാരം. അമ്മയ്ക്ക് ആധാരമില്ല, അമ്മ തന്നെയാണ് എല്ലാത്തിൻ്റെയും സ്വയമായിട്ട് ആധാരമായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ മൂലാധാരത്തിൽ നിന്ന് ഉയർന്നവൾ. ഇപ്പൊ ദേവിയുടെ നിർഗുണ സ്വരൂപ വർണ്ണനയ്ക്ക് നിർഗുണ സ്വരൂപ വർണ്ണന എന്ന് പറയുന്ന സ്വരൂപ വർണ്ണനയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. താൻ തന്നെ സർവത്തിനും ആധാരമായിട്ടും തനിക്ക് മറ്റൊരു ആധാര വസ്തു ഇല്ലാത്തവളും ആയിട്ടുള്ള ആരോ അത് ഭഗവതി. അപ്പൊ ശുംഭാസുരനുമായിട്ട് യുദ്ധം ചെയ്യവേ ആകാശത്തിൽ ആധാരം ഒന്നുമില്ലാതെ ഉയർന്നു നിൽക്കുന്നത് നമ്മൾ കാണും, ദേവി മഹാത്മ്യത്തിൽ കാണാം. അപ്പൊ ബ്രഹ്മം എവിടെ പ്രതിഷ്ഠിതമെന്ന ചോദ്യത്തിന് ചാന്തോഗ്യ ഉപനിഷത്ത് പറയുന്നു, സ്വമഹിമയിൽ. വേറെ ഒരു ആധാരവും ഇല്ല. അപ്പൊ ദേവി പൂജ ബാഹ്യവും ആന്തരവും ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ബാഹ്യത്തില് വൈദിക താന്ത്രികമായിട്ട് രണ്ടെണ്ണം ഉണ്ടെങ്കിലും ആന്തരത്തില് സാധാരം നിരാധാരം എന്ന രണ്ട് വിധത്തില് സാധാരം എന്നത് ഗുരു ഉപദേശപ്രകാരം മന്ത്രമയ മൂർത്തിയായിട്ട് ദേവിയെ ഭാവന ചെയ്യുന്ന ആന്തര പൂജയാണ് ഏറ്റവും ഉയർന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ആ ഒരു ദഹരാകാശത്തില് ജ്ഞാനം കൊണ്ട് ലഭിക്കുന്ന ദേവീ സ്വരൂപത്തില് മനസ്സിന് ലയം സംഭവിക്കുന്നു. അതാണ് സംവിത്ത് എന്ന് പറയുന്നത്, ശുദ്ധമായിരിക്കുന്ന ജ്ഞാനശക്തി. ഇപ്പൊ സംസാരം നശിക്കുമ്പോഴാണ് പരദേവതയെ സാക്ഷിയായി
ആത്മസ്വരൂപിണിയായിട്ട് ദർശിച്ച് താൻ തന്നെ മഹേശ്വരി എന്നുള്ള ആ ഒരു അദ്വയ ഭാവം ഉണ്ടാകുന്നത്. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമേ നിരാധാര ദർശനം എന്ന് പറയുന്ന മുക്തിമാർഗം ലഭിക്കുകയുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ നിർ പ്ലസ് ആധാര, നിരാധാര, നിർഗതമായിട്ടുള്ള ആധാരമായിട്ടിരിക്കുന്നവൾ, ആധാരമറ്റ ഭാവം, ഒന്നിനും ആധാരമാകാതെ എന്നാൽ സകല പ്രപഞ്ചത്തിനും ആധാരമായിട്ടിരിക്കുന്ന ആ ശക്തി പ്രഭാവം. താത്വികമായിട്ട് പറഞ്ഞാൽ ഉപനിഷത്ത് പ്രകാരം ബ്രഹ്മാണ്ടത്തിലെ സമസ്ത ലോകങ്ങളും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലാണ്. നാഭീസ്ഥാനമാണ് നമ്മൾ അധിവസിക്കുന്ന ഭൂമി. അവിടെ മുതൽ പാദം വരെ 7 ലോകങ്ങള്: പാതാളം, തലാതലം, രസാതലം, മഹാതലം, സുതലം, വിതലം, അതലം. ഇനി നാഭിക്ക് മുകളിൽ ഭൂമിയാണ്. അതിനു മുകളിൽ ഭൂവർലോകം, സുവർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ പ്രകൃതിക്ക് ആധാരം ഇല്ല, എന്നാൽ പ്രപഞ്ചം എന്ന പ്രതിഷ്ഠയ്ക്ക് ഒരു ആധാരം ഉണ്ടും താനും. അപ്പൊ സ്വ ആധാരത്തില് രജ, സത്വ, തമോ ഗുണങ്ങൾക്ക് അനുസൃതമായിട്ട് ഈ ശക്തി പ്രയാണം ചെയ്യുന്നു. ഇവിടെ നാമരൂപങ്ങൾക്ക് അടിസ്ഥാനമായ ഒരു ശക്തി അതിന്റെ അടിസ്ഥാനത്തിലേക്ക് പോവുകയാണ്. ഒരു വ്യക്തി തന്റെ ആധാരത്തെ അറിഞ്ഞാല് പിന്നെ ഒന്നിലും ചലിക്കില്ല. പുറത്ത് എന്തൊക്കെ ആധാരങ്ങളെ കുറിച്ച് ചിന്തിച്ചാലും സാധകൻ തന്റെ മൂലാധാര പ്രതിഷ്ഠിതമായിരിക്കുന്ന ശക്തിയെ മറക്കാൻ പാടില്ല. ആ തിരിച്ചറിവിൽ മാത്രമാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും തിരിയുന്നത് പോലെ മനുഷ്യനും അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പൊ നിരാധാരയായ ദേവീ ശക്തിക്ക് ആധാരം എന്താണ്? ശിവചൈതന്യം മാത്രമാണ്, അല്ലെ? അപ്പോ ഒരു ഡാമിൽ സൂക്ഷിച്ച ജലത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അത് ശക്തിയോടെ ഒഴുകണം, ഇല്ലേ? ആ ഒരു ടർബൈനുകൾ പ്രവർത്തിക്കണം. അത് പ്രവർത്തിപ്പിക്കാനുള്ള മനുഷ്യന്റെ ഊർജവും വേണം. അതുപോലെ ഭക്തിയും സാധനയും ജ്ഞാനവും എല്ലാം തന്നെ ആ പരത്തിലെത്താൻ നമ്മളെ സഹായിക്കുന്നതാണ്. മൂലാധാരിഷ്ഠിതമായ കുണ്ടലിനി ഉണർന്ന് ആധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിലെത്തുമ്പോൾ പരമശിവനുമായിട്ട് ചേർന്ന് നിരാധാരയായിട്ട് നിലകൊള്ളുന്നു. എല്ലാവർക്കും ആധാരമായിട്ട് തീരുകയും ചെയ്യുന്നു, അല്ലേ? അപ്പോ ആ ഒരു ഒറ്റ നാമം കൊണ്ട് തന്നെ ദേവിയുടെ ആ പൂർണ്ണമായിരിക്കുന്ന നിരാധാര എന്നുള്ള വാക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണത്. അടുത്ത 133ാമത്തെ നാമം നിരഞ്ജന. നിരഞ്ജന, അഴുക്ക് പുരളാത്തവൾ. നീര് പ്ലസ് അഞ്ജന. അഞ്ജനം എന്ന് പറഞ്ഞാൽ അഴുക്ക്, മാലിന്യം. അതായത് അമ്മ സദാ നിത്യശുദ്ധയാണെന്ന് അർത്ഥം, ഇല്ലേ? അങ്ങനെ തന്നെ ഒരു നാമം ഉണ്ട്. അപ്പോ കളങ്കമറ്റവൾ. ആ ഒരു അഞ്ജനം എന്നത് നമ്മൾ കണ്ണിൽ എഴുതുന്ന കറുത്ത മഷിയാണ്, അല്ലെ? അവിദ്യയെ നമ്മൾ കറുപ്പ്, തമസ്, അജ്ഞാനം ഇവയോട് താരതമ്യപ്പെടുത്താറുണ്ട്. ഇപ്പൊ വിദ്യാസ്വരൂപിണിയായിരിക്കുന്ന ദേവി അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റി സൂര്യനെ പോലെ പ്രകാശം പരത്തി നിൽക്കുന്നു. മായാ സംബന്ധം അറ്റ സത്ത, അതാണ് നിരഞ്ജന. അജ്ഞാനിയായിരിക്കുന്ന ആ ഒരു ജീവനെയാണ് നമ്മൾ പശു എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3 വിധമുണ്ട്. ഒന്ന് ആ ഒരു അനാത്മാവില് ആത്മജ്ഞാനമുള്ളവര്. അപ്പോ അതിനെ ദർശിക്കുന്നവർ, ആ ദർശിക്കാനാകാത്ത കർമ്മ ഫലങ്ങളുമാകുന്ന അഴുക്ക് മൂടിയവര് വീണ്ടും വീണ്ടും ശരീരം എന്ന ജന്മം എടുക്കേണ്ടി വരും. 2, മായാമലമുള്ളവർക്ക് എല്ലാത്തിലും ദ്വൈതഭാവം. ഇവരെ നമ്മൾ സകലരെന്ന് പറയുന്നു. ഇവരില് കർമ്മഫല മലം അടങ്ങിയിട്ടുണ്ട്. ദേവി ആ പശുപാശ വിമോചിനി, നിരഞ്ജനി, അധികമായിട്ട് ശിവ സംയോഗമുള്ളവൾ എന്നർത്ഥം. അപ്പോ ആ ഒരു എന്താ പറയാ, നിരഞ്ജന എന്നുള്ള വാക്കിന് രഞ്ജനമായിട്ടിരിക്കുന്നവൾ നിരഞ്ജന, ആന്തരികമായ യാതൊരു മാലിന്യങ്ങളും ഇല്ലാത്തവൾ. അപ്പൊ നമ്മള് അഞ്ജനം എന്ന് പറഞ്ഞാല് കറുപ്പ്, ഇരുട്ട്. എന്താണ് നമ്മുടെ ഉള്ളിലെ കറുപ്പ്? അജ്ഞാനം. അപ്പൊ അജ്ഞാനമില്ലാതെ പരിപൂർണമായ വെളിച്ചമാകുന്ന ജ്ഞാനത്തോടു കൂടിയവൾ. അത് ശരിക്കും പറഞ്ഞാല് ആ ഒരു മുക്തമായിരിക്കുന്ന, അത് യാതൊരു കർമ്മമലങ്ങൾ, മായിക കാർമിക മലങ്ങൾ ഒന്നുമില്ലാത്ത ആത്മാവാണ് ദേവി എന്ന് അതിനർത്ഥം എടുക്കാം. അജ്ഞാനമില്ലാത്തവരുടെ പ്രവർത്തികളില് ആ ഒരു എന്താ പറയാ, പ്രവർത്തികള് ആധികാരികമായിരിക്കും. ഞാൻ എന്ന ഭാവമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തി, അകത്തൊന്ന് പുറത്തൊന്നെന്നുള്ള ആ ഒരു നിറക്കൂട്ടുകൾ ഇല്ലാത്തവളാണ് അമ്മ. അപ്പൊ അമ്മയുടെ സ്വരൂപം അതാണ്. ബാഹ്യ ആ ഒരു ആന്തര വ്യത്യാസമില്ലാത്ത പ്രകൃതം. ഇപ്പൊ കുണ്ടലിനി സാധനയില് ആജ്ഞാചക്രത്തിലെ സാധകന് പ്രകാശം ദൃശ്യമാകുന്നു എന്ന് പറയാറുണ്ട്. ആ പ്രകാശം മങ്ങാതെ നിരന്തരമായിട്ടിരിക്കാൻ രുദ്രഗ്രന്ഥിയെ ഭേദിച്ച് മുന്നേറേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് രുദ്രഗ്രന്ഥി വിഭേദിനി എന്നുള്ള പേര്. അപ്പോ അടുത്ത നാമം നിർലേപ.
അപ്പൊ ലേപമില്ലാത്തവൾ, നീര് പ്ലസ് ലേപം. ലേപം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളും ആഗ്രഹങ്ങളും ചേർന്ന ജന്മകാരണത്തെയാണ് നമ്മൾ ലേപം എന്ന് പറയുന്നത്. അപ്പോ നിർലേപ എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപിണിയായ ദേവിക്ക് കർമ്മബന്ധമില്ല. അപ്പൊ കർമ്മബന്ധ ലേപങ്ങള് ശരീരത്തിൽ പുരളാത്തവൾ. ഇപ്പൊ നിർഗതമായിട്ടുള്ള ലേപമായിട്ടുള്ളത്, അതായത് നിർലേപ. ലേപം നമ്മൾ നമ്മുടെ ശരീരത്തിൽ പൂശുന്നത് ഭക്ഷണം, കറ, പശ, അശുദ്ധത എന്നൊക്കെ പറയാം. ഇപ്പൊ ലേപത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവള്, അതായത് ആ ഒരു ലേപമായിട്ടിരിക്കുന്നവളും രണ്ടും അമ്മ തന്നെ. രണ്ടർത്ഥങ്ങളും എടുക്കാം. ഒന്നിലും ഒട്ടി നിൽക്കുന്നില്ല. മനുഷ്യൻ അവന്റെ ആ ഒരു ബാല്യത്തിലെ ശൈശവത്തിലെ എല്ലാം തന്നെ നിർലേപമാണ്. അവർക്ക് യാതൊരു അശുദ്ധതയും ഇല്ല. പക്ഷെ കാലാന്തരത്തിലെ പ്രകൃതിയുടെയും ആ ഒരു പ്രകൃതത്തിന്റെയും സ്വാധീനത്താല് ആ ഒരു നിർലേപത മറഞ്ഞ് ലേപമായിട്ട് തീരുന്നു. ഇപ്പൊ പ്രകൃതിയും മറ്റും സ്വാധീനിക്കുന്നിടത്തോളം അശുദ്ധത നിറഞ്ഞതായിരിക്കും പ്രകൃതവും, അല്ലെ? അശുദ്ധിയിലും ശുദ്ധതയെ തിരിച്ചറിയണം നമ്മള്. ആ അശുദ്ധത വന്നു ചേരുന്നത് കർമ്മബന്ധം മൂലമാണ്. പിന്നെ അതിന്റെ ബന്ധങ്ങളാണ്. ദേവി എന്നാല് ഇതൊന്നും തീണ്ടാത്തതാണെന്ന് അർത്ഥം. ഇപ്പൊ കർമ്മങ്ങളിലെ ബന്ധങ്ങളോ ബന്ധനങ്ങളോ ഇല്ലാതെ തന്റെ സർവ്വ ചരാചരങ്ങളെയും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദേവി. അപ്പൊ ദേവിക്ക് പ്രതികൂലമായിട്ട് ഒന്നുമില്ല. നമ്മുടെ കർമ്മമാകുന്ന ലേപങ്ങള് എല്ലാം ദേവീ ഭക്തിയാകുന്ന ലേപം കൊണ്ട് കഴുകിക്കളയണം. അതിനോട് ചേർന്നിരിക്കുന്ന അടുത്ത വാക്കാണ് നിർമ്മല. 135ാമത്തെ നാമമാണ് മാലിന്യമില്ലാത്തവൾ. നീര് പ്ലസ് മല, നിർമ്മല. അപ്പോ ആണവമലം എന്ന അഴുക്ക് ഇല്ലാത്തവൾ, വിജ്ഞാന കേവലൻ, തമോ ഗുണം, അവിദ്യ, ഈ മലങ്ങൾ ഒന്നുമില്ലാത്തവൾ. ജീവന് പ്രധാനം എന്താണ്? മുക്തി തന്നെയാണ്, അല്ലെ? അപ്പൊ നിർമ്മല, നിത്യമുക്ത, ഈ കളങ്കരാഹിത്യം ശ്രീവിദ്യ സാധകരിൽ ഉണ്ടായിരിക്കണം. ശ്രീവിദ്യ മന്ത്രദീക്ഷ എന്തിനാ നമ്മൾ എടുക്കുന്നത്? കാരണം ഒട്ടും കളങ്കമില്ലാതെ, അകത്തൊന്ന് പുറത്തൊന്ന് വയ്ക്കാതെ എപ്പോഴും പൂർണ്ണമായിരിക്കുന്ന, എന്താ പറയാ, ആ ഒരു സറണ്ടറോടുകൂടി ആ ആത്മഭാവം ദേവിയാണെന്ന് കണ്ടുകൊണ്ടുള്ള പ്രവൃത്തി. അപ്പൊ അത് ശ്രീവിദ്യ ഉപാസകരില് നമ്മൾ കാണണം. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ശ്രീവിദ്യ ഉപാസനയിൽ നിൽക്കാൻ അർഹതയുള്ളൂ, ഇല്ലേ? അപ്പൊ നിർമ്മല എന്ന് പറഞ്ഞാൽ സ്വയം നിർമ്മലയായവൾ, നിർഗതമായ മലത്തോടു കൂടിയവൾ. ദേഹബോധത്തെയാണ് നമ്മൾ ഇവിടെ മലം എന്ന് പറയുന്നത്. അപ്പൊ ദേഹബോധം വരുമ്പോഴാണ് അഹം എന്ന് ചിന്തിച്ച് ദേഹത്തിൽ ജീവിക്കുന്നത്. അപ്പൊ ദേഹമല്ല ദേവീ ഭാവം എന്ന് പറയുന്നത്. ശ്രീ ശങ്കര ഭഗവത്പാദർ പറയുന്നു, അല്ലയോ ജഗദംബികെ, അവിടത്തെ ശുദ്ധമായ ചക്രത്തില് ശുദ്ധമായ സ്ഫടികം പോലെ ശോഭിക്കുന്ന ആകാശത്തിന്റെ ജനയിതാവായ ശിവൻ, ആ ശിവത്തെയും അതിനെ പ്രകടമാക്കുന്ന ശക്തിയെയും ഞാൻ ഭജിക്കുന്നു. ഇപ്പൊ ജഗത്ത് എന്ന് പറയുന്നത് സദാ നിർമ്മലമാണ്, അല്ലെ? അതിനുള്ളിലെ മനുഷ്യൻ മാത്രമാണ് മലം വഹിക്കുന്നത്. മനുഷ്യ ശരീരത്തിനുള്ളിലെ മലം, ഉമിനീര്, ഇതെല്ലാം തന്നെ പുറത്ത് പുരളാത്തിടത്തോളം കാലം അശുദ്ധമല്ല. പുറത്ത് വരാത്തിടത്തോളം കാലം അശുദ്ധമല്ല. വ്യക്തികളുടെ മനസ്സിലെ അശുദ്ധിയാണ് അവരെ മലിനരാക്കുന്നത്. അവരിലെ ശക്തി ചൈതന്യം മാറി നിൽക്കും. സംസാര വൃത്തികളോട് അടുത്ത് സംസാരികള് ദേഹബോധം കൊണ്ടു നടക്കുന്നവരുടെ മരണം വരെ അജ്ഞാനത്തിൽ അവർ തുടരും. കാരണം ശരീരം തന്ന പിതാവിന്റെ കാർമികമലം, മാതാവിന്റെ മായികമലം എല്ലാം ഒന്നു തന്നെയാണ്. അപ്പൊ ജീവനെ ശരീരം എന്ന തോന്നലുണ്ടാക്കുന്നത് എല്ലാം മലങ്ങളിൽ നിന്ന് മുക്തമാക്കുന്ന ശക്തിയാണ് ദേവി. അപ്പൊ മലം എന്നാല് കർപ്പൂരം എന്നൊരർത്ഥമുണ്ട്. കാരണം കത്തിക്കഴിഞ്ഞ ഒരു കറുത്ത കറ അവശേഷിപ്പിക്കുന്നതാണ് കർപ്പൂരം, അല്ലെ? അപ്പോ ദേവി ഭക്തി യാതൊരു കറകളും അവശേഷിപ്പിക്കുന്നില്ല എന്നർത്ഥം. അപ്പോ അടുത്ത വാക്ക് നിത്യ. 136 നിത്യയായിട്ടുള്ളവൾ, ജനന മരണങ്ങൾ വരാത്തവൾ. നിത്യം എന്ന് പറഞ്ഞാൽ എന്താ? ശാശ്വതം അല്ലെങ്കിൽ അനശ്വരം, അല്ലെ? അപ്പൊ എന്നും നമ്മളെ നിത്യകൾ എന്ന് പറയാറുണ്ട്. തിഥി നിത്യ ദേവതകള്, അല്ലെ? ഇപ്പൊ നിത്യ എന്ന് പറഞ്ഞാല് ശരിക്കും ഇവിടെ എടുക്കേണ്ടത് അവിനാശിയായിരിക്കുന്ന ആത്മാവിനെ തന്നെയാണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഓരോ ക്ഷണവും സൃഷ്ടിക്കപ്പെടുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ഓരോ സെല്ലുകളും ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതാകുന്നു, ഇല്ലേ? അപ്പൊ ദേവിയാണെങ്കിലോ, അത് നിത്യമായിരിക്കുന്ന ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ശരീരത്തിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതിന് സാക്ഷിയായിട്ടിരിക്കുന്നവൾ ദേവി. അപ്പൊ ദേവി നിത്യ, അവിനാശി, ശാശ്വതി എന്നൊക്കെ പറയാം. ശ്രീവിദ്യയിലെ 15 നിത്യകളെ 16ാമത്തെ നിത്യാദേവി ആരാണ്? സാക്ഷാൽ ലളിത മഹാത്രിപുര സുന്ദരി തന്നെയാണ്. അപ്പൊ ദേവി കാലാതീതയാണ്, അല്ലെ? കാലസംഘർഷിണിയാണ്. അമ്മ മഹാകാളിയായിട്ട് കാലത്തിന്റെ
ആ ഒരു ഗേറ്റ് വേ ബിന്ദുവിൽ നിൽക്കുകയാണ്. കാരണം അവിടെ മഹാകാലനും മഹാകാളിയും, കാലത്തിനപ്പുറവും കാലത്തിനിപ്പുറവും, ടൈം ആൻഡ് സ്പേസ് വരുമ്പോൾ കാലം തുടങ്ങി അല്ലെ. കാലം നിയതിയിലൂടെ ശ്രീചക്രം എന്ന് പറയുന്ന തലത്തിൽ ആ ഒരു 36 തത്വങ്ങളിലൂടെ കാലം ഉരുത്തിരിഞ്ഞു വന്ന് നമുക്ക് ടൈം ആൻഡ് സ്പേസ് ഉണ്ടാകണു, ശരീരം ഉണ്ടാകണു, ശരീരം എടുക്കുന്നു, ശരീരം ഉപേക്ഷിക്കപ്പെടുന്നു, കടന്നു പോകുന്നു. ഈ ആത്മാവ് തന്നെയാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ദേവി എന്ന് പറഞ്ഞാല് 16ാമത്തെ നിത്യാദേവിയാണ്. ദേവി കാലാതീതയാണ്. ഭണ്ഡാസുരന്റെ 15 സേനാധിപരെ, 15 നിത്യകളെ 15 നിത്യകളാണ് തോൽപ്പിച്ചത്. നിത്യയായ ദേവി എന്ന് ധ്യാനിച്ചാൽ മാത്രമേ നമുക്ക് അമൃതത്വത്തെ ലഭിക്കുകയുള്ളൂ. അപ്പൊ നിത്യതയുള്ള ദേവി നിത്യ, എല്ലായിടത്തും നിറഞ്ഞ ആദിയും അന്തവും ഇല്ലാതെ നിൽക്കുന്ന ശക്തിയാണ് നിത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് നിത്യ എന്നുള്ളതിന് പരബ്രഹ്മം എന്ന പരമാത്മ ശക്തി തന്നെയാണ് നിത്യ. നമ്മളിലെ ശക്തി തന്നെയാണ് എല്ലാറ്റിലും എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നതെന്ന് നമ്മൾ അറിയണം. കാരണം ഈ എന്താ പറയാ ഫോംലെസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ? അപ്പൊ എല്ലാവരിലും നമുക്കത് കാണാൻ സാധിക്കണം. എവിടെ നോക്കിയാലും ശക്തി അംശങ്ങൾ മാത്രം, എല്ലായിടത്തും ഈശ്വര ചൈതന്യം അല്ലെ. അങ്ങനെ ആ ഹരിയെ ദർശിച്ച് എന്താ പറയാ ആ ഒരു പ്രത്യക്ഷമാക്കിയ ഒരാളാണ് എന്താ പറയാ പ്രഹ്ലാദൻ എന്ന് പറയുന്ന പ്രഹ്ലാദൻ. പ്രകർഷേണ എപ്പോഴും ആഹ്ലാദമുള്ളവൻ, ആരോടും പ്രത്യേകിച്ച് കന്മഷങ്ങളില്ല, ദേഷ്യമില്ല. എന്താ കാരണം? എല്ലായിടത്തും ഹരി മാത്രം. അപ്പൊ എല്ലായിടത്തും ഈശ്വര ചൈതന്യമായിട്ട് ഹരിയെ ദർശിച്ചപ്പോ ആ പ്രഹ്ലാദനെ രക്ഷിക്കാൻ തൂണ് പിളർന്ന് നരസിംഹമൂർത്തി എത്തി അല്ലെ. തൂണിലും തുരുമ്പിലും എല്ലാം പിളർന്നു നോക്കുമ്പോൾ അവിടെയും വായു സാന്നിധ്യം ഉണ്ടാകും. ജീവന്റെ ആ ഒരു എന്താ പറയാ അംശം നമുക്ക് എല്ലായിടത്തും കാണാൻ സാധ്യമാകും അല്ലെ. അപ്പോ വേദം പറയുന്ന പോലെ വായു ത്വമേവം പ്രത്യക്ഷം ബ്രഹ്മാസി. ഇപ്പൊ വേദം എന്താ പറയുന്നത്? എല്ലാത്തിനെയും ആ ബ്രഹ്മമായിട്ട് കണ്ടാണ് പറയുന്നത്. കാരണം എല്ലാത്തിനെയും, ഓരോന്നിനെയും, പഞ്ചഭൂതങ്ങളെ എല്ലാം നമസ്കരിക്കുകയാണ്. അപ്പൊ ഈ ബ്രഹ്മതത്വം തന്നെ നമ്മളെ കാറ്റിനെയും അഗ്നിയെയും ജലമായിട്ട് ആവിർഭവിച്ച് ജീവനെ നിലനിർത്തുന്നത് ഈ പഞ്ചഭൂതങ്ങളാണ് അല്ലെ. അപ്പൊ നിർഗുണ ബ്രഹ്മത്തിന്റെ പ്രധാന സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ നിത്യതയാണ്. നിത്യ എന്നാല് ശരിക്കും പറഞ്ഞ സമുദ്രം എന്ന അർത്ഥമുണ്ട്. വളർത്താനും തളർത്താനും ശക്തിയുള്ളത് സമുദ്രമാണ്. ഭൂമിയിലെ എല്ലാ സ്പന്ദനങ്ങളെ നിയന്ത്രിക്കുന്നത്, കാലാവസ്ഥയിലെ ചെറിയ മാറ്റങ്ങളെ പോലും സമുദ്രത്തിലൂടെയാണ് അറിയുന്നത്. അപ്പൊ കാലത്തിന്റെ നിയന്ത്രിതാവാണ് ദേവി. ഇനി നിത്യ എന്ന് പറഞ്ഞാൽ ഈ ദേവതയില് 10ാമത്തെ ദേവതയാണ് നിത്യ. ചന്ദ്രന്റെ ആ ഒരു തുടക്കം മുതൽ പൂർണ്ണ വളർച്ച വരെ എത്തുന്ന ആ ഒരു 15 തിഥികളാണ് നിത്യകള്. 16ാമത്തെ ദിവസത്തെ ചന്ദ്ര ദർശനത്തെയാണ് നമ്മൾ ഷോഡശകല എന്ന് പറയുന്നത്. ലളിതാംബികയുടെ ദിവസമാണത്. ഓരോ തിഥി നിത്യകൾക്കും ഓരോ മൂലമന്ത്രങ്ങളുണ്ട്. ഓരോ ദേവതകൾക്കും ഓരോ തിഥി എന്നത് രഹസ്യമാണ്. ചന്ദ്രവിദ്യ എന്ന് പറയും ഇതിനെ. ലളിതാ സഹസ്രനാമത്തിൽ തന്നെ പറയുന്നുണ്ട് മനുവിദ്യ, ചന്ദ്രവിദ്യ. അപ്പൊ ഇതിനെ ഈ ദേവതമാരെ പൂജിക്കുന്ന തിഥി അതിദേവകളും ഉണ്ട്. ആ ഒരു ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും അവർക്ക് വ്യത്യസ്ത ഭാവങ്ങളാണുള്ളത്. ശുക്ലപക്ഷത്തിലുള്ളവര് ബ്രഹ്മൻ, അഗ്നി, വിരിഞ്ചി, വിഷ്ണു, ഗൗരി, ഗണേശൻ, യമൻ, സർപ്പം, കാർത്തികേയൻ, സൂര്യൻ, ഇന്ദ്രൻ, മഹേന്ദ്രൻ, വാസവൻ ഇവരാണ്. ഇനി കൃഷ്ണപക്ഷത്തിലുള്ളവര് ദുർഗ, രവി, വിഷ്ണു, കാമൻ, ശങ്കരൻ, കലാധരൻ, ശിവൻ, പിതൃക്കൾ എന്നിവരാണ്. ദണ്ഡധരൻ ഇവരെല്ലാരും എന്താ പറയാ കൃഷ്ണപക്ഷത്തുള്ളവരാണ്. അപ്പൊ ഒരേ നാമങ്ങള് ആവർത്തിച്ചാലും ആ ഭാവത്തിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ ശ്രീരാമൻ, അശ്വിനി ദേവകൾ, അഷ്ടദിക്പാലകര്, ഹനുമാൻ ചില തിഥികളൊക്കെ പങ്കിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പൊ ദേവി പൂജ എന്ന് പറയുന്നത് നിഷ്കാമ ഭക്തിയിലൂടെ ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാരും തിഥി അധിപതികളായി തീർന്നത്. അത് ശിവപുരാണം പറയുന്നതാണ്. ഇപ്പൊ വ്യക്തികൾ ചെയ്യുന്ന 3 ആചാരങ്ങളെ നിത്യ എന്ന് പറയാറുണ്ട്. ഒരു വ്യക്തി തന്റെ ആ ഒരു ജീവസമ്പത്തിന്റെ ഒരംശം ധർമ്മത്തിനും, ഒരംശം വൃദ്ധിക്കും, മറ്റൊന്ന് ഒരംശം ലൗകിക ആനന്ദത്തിനും ഉപയോഗിക്കണമെന്നാണ് പറയാറുള്ളത്. അതിൽ ധർമ്മമാണ് സദ്ഗുണ ആചരണത്തിനായിട്ട് വരുന്നത്. അതിൽ തന്നെ നിത്യം, നൈമിത്തികം, കാമ്യം, നിഷിദ്ധം, പ്രായശ്ചിത്തം ഇങ്ങനെയുള്ള കർമ്മങ്ങളെ 5ആയിട്ട് വിഭജിച്ചിട്ടുമുണ്ട്. ഇപ്പൊ നിത്യകർമ്മങ്ങള്, പ്രാർത്ഥനകള്, ദാനങ്ങള് ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് നിത്യയ്ക്കും പ്രാധാന്യം വരുന്നു. മുറ പോലെ അനുഷ്ഠാനം ചെയ്യുന്ന ഏതൊരാളും നിത്യനോ നിത്യയോ ഒക്കെ ആയിത്തീരും. അപ്പോൾ ദേവി എന്ന് പറയുന്ന ആ നിത്യ എന്നുള്ള നാമത്തിന് വളരെ വലിയ അർത്ഥങ്ങളുണ്ട്.
അടുത്തത് നിരാകാര. ഇപ്പൊ നമ്മൾ ദേവിയുടെ ഫോംലെസ് സ്റ്റേറ്റ് ആണ് അല്ലേ? അമ്മയ്ക്ക് നാമരൂപങ്ങളില്ലാതെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നിരാകാര എന്ന് പറഞ്ഞ രൂപം ഇല്ലാത്തവൾ. നീര പ്ലസ് ആകാരം. ആകാരം എന്ന് പറഞ്ഞാൽ എന്താ? രൂപം തന്നെയാണ്. അപ്പൊ രൂപമില്ലാത്തവളെയാണ് നമ്മൾ രൂപത്തിൽ കാണുന്നത് അല്ലെ? രൂപമില്ല എന്ന് വെച്ചാൽ ആ ഒരു ഗുണങ്ങൾ അനുസരിച്ചുള്ള രൂപമില്ലാത്തവൾ. നിർഗുണ ബ്രഹ്മസ്വരൂപിണി. അപ്പൊ അനേക രൂപം എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം മായ ഉണ്ടാക്കുന്ന കളികളാണ്. നമ്മളെ നാമരൂപങ്ങളെല്ലാം മായയാൽ നിർമ്മിതമാണ്. സർവവ്യാപിയായിരിക്കുന്ന ദേവിക്ക് രൂപമില്ല, നാമമില്ല. എന്നാൽ എല്ലാ രൂപത്തിലും അവളുണ്ട് സഗുണയായിട്ട്. ഇപ്പൊ ഗുണാതീതയായ നിർഗുണയാണ്. ഇപ്പൊ നിരാകാരയുമാണ്. ഇപ്പൊ ദേവിക്ക് നമുക്ക് ഏത് രൂപത്തിലും അമ്മയെ ആരാധിക്കാം അല്ലേ? അപ്പൊ ആകാരമില്ലാതിരിക്കുന്ന ദേവിയാണ് നമ്മൾ നിരാകാര എന്ന് പറയുന്നത്. ബ്രഹ്മത്തിന്റെ ആ നിർഗുണ പ്രഭാവത്തെ കുറിച്ചാണ് ഇപ്പോ പറയുന്നത്. ബ്രഹ്മത്തിന് ആകാരമില്ല, ഒരാകാരത്തിൽ അധിഷ്ഠിതമല്ല ബ്രഹ്മം എന്ന് പറയുന്നത്. ഏത് വസ്തുവിനും ആകാരം ഉണ്ടാകുമ്പോൾ അതിന് നിത്യത ഇല്ലാതായിട്ട് തീരുന്നു. ആകാരമുള്ളതൊന്നും സ്ഥായിയല്ല, അതിന് എന്തെങ്കിലും നാശം ഉണ്ടാകും. കാരണം മനുഷ്യനും മറ്റു ജീവികളും എല്ലാം തന്നെ എന്താണ്? ജാതസ്യഹി ധ്രുവോ മൃത്യുഹു. ജനിച്ചതെല്ലാം മരണത്തിനിരയാകും, സംശയമില്ലാത്ത കാര്യമാണ് അല്ലെ? അപ്പോ ബ്രഹ്മം എന്നത് ഇതിനെല്ലാം ഉപരിയാണെങ്കിലും എല്ലാറ്റിലും അത് സന്നിഹിതമാണ്. ആ സത്യത്തെയാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കാരണം ആ ചൈതന്യം എന്ന് പറയുന്നത് നിരാകാരയാണ്. ഇപ്പൊ ദേവി ഭാഗവതത്തില് ദേവി പറയണു, ആ ഒരു ബ്രഹ്മാവിന്റെ സൃഷ്ടിയിലും വിഷ്ണുവിന്റെ സ്ഥിതിയിലും രുദ്രന്റെ സംഹാരത്തിലും എല്ലാ കർമ്മത്തിലും ആ ഒരു പുറകിലെ ശക്തി ഞാൻ തന്നെയാണ്. അപ്പൊ ഇത് എന്താ പറയാ, പ്രകട വസ്തുക്കള് അതിനപ്പുറം നിൽക്കുന്ന ശക്തിയാണ്. ആകാരമില്ല എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എനർജി ആയിട്ടും ദേവി തന്നെയാണ് ഇല്ലേ? അപ്പൊ ഇതൊന്നും ഇല്ലാതെ ദേവിയില്ല. ഇപ്പൊ ദേവി മഹാത്മ്യം 4-ാം അധ്യായത്തിൽ പറയുന്നു, പുണ്യാത്മാവിന്റെ ഗൃഹങ്ങളിൽ ശ്രീലക്ഷ്മിയായിട്ടും പാപം ചെയ്യുന്നവന്റെ ഗൃഹത്തിൽ ജ്യേഷ്ഠാലക്ഷ്മിയായിട്ടും വിജ്ഞാനം ആഗ്രഹിക്കുന്നവരിൽ ബുദ്ധിയായിട്ടും സത്തുക്കളിലെ ശ്രദ്ധയായിട്ടും കുലജനങ്ങളിലെ ലജ്ജയുമായിരിക്കുന്ന ദേവി അല്ലയോ അമ്മ. അവിടുന്ന് ഈ വിശ്വത്തെ ഇങ്ങനെ പരിപാലിച്ചാലും അല്ലെ? 4-ാം അധ്യായത്തിലെ സ്തുതി വളരെ വിശേഷപ്പെട്ട സ്തുതിയാണ്. എല്ലാം അമ്മയാണെന്ന് പറയാണ്. ജഗത് ചൈതന്യത്തോട് ദേവി അല്ലാതെ മറ്റൊന്നുമില്ല. എന്ത് സത്യത്തെ അറിഞ്ഞ സാധകന്റെ പ്രാർത്ഥനയാണിത്. അപ്പൊ ഈ ഒരു ദേവിയെ തന്നെ എല്ലാത്തിലും കാണുന്ന ഒരാൾക്ക് ദേവി അല്ലാതെ ഇവിടെ എന്താ ഉള്ളത്? എല്ലാം ആ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ശക്തി അല്ലെ? ശിവം എന്ന് പറഞ്ഞാൽ മംഗളകരമായിട്ടുള്ളത്. മാറ്റർ ആൻഡ് എനർജി. മാറ്ററിന് ചലിക്കാൻ സഹായിക്കുന്ന ആരാ? എനർജി ഒരു കാലം, ഒരു സമയം കഴിഞ്ഞാൽ എവിടെ പോവും? മാറ്ററിനുള്ളിലേക്ക് പോവും ഇല്ലേ? മാറ്റർ എനർജി ആയിട്ട് തീരുന്നു, എനർജി മാറ്ററിനുള്ളിലേക്ക് പോകുന്നു. ശിവൻ ദേവിയാകുന്നു, ദേവി ശിവനിലെ ഉള്ളിലേക്ക് പോകുന്നു. അപ്പൊ പ്രളയമാകുന്നു. എപ്പോഴാണ് ഈ പ്രപഞ്ചം ഉള്ളത് അപ്പോഴെല്ലാം ദേവിയുടെ പ്രകടനം. ശിവൻ ശവമായിട്ട് കിടന്നുകൊണ്ട് അമ്മയുടെ പ്രകടനമാണ് ആ പരബ്രഹ്മ മഹിഷി അല്ലേ? സൗന്ദര്യ ലഹരിയിൽ പറയുന്നുണ്ട്, അമ്മ തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടത്തിക്കൊണ്ട് ഇല്ല ഈ ജഗത്തിനെ നിയന്ത്രിക്കുന്ന പരബ്രഹ്മത്തിന്റെ മഹിഷി, പട്ടമഹിഷി ഇല്ലേ? ഭഗവാന്റെ ഭാര്യയായിട്ടിരിക്കുന്നവൾ. അപ്പോ ഇത് നമ്മൾ ദേവി ഉപാസകർ അറിയേണ്ട സത്യമാണിത്. ദേവിക്ക് നമ്മൾ കൊടുക്കുന്ന ബാഹ്യ അലങ്കാരങ്ങള്, നിറങ്ങളെല്ലാം തന്നെ നമ്മുടെ ഏകാഗ്രതയ്ക്ക് വേണ്ടി മാത്രമാണ്. ആകാരമില്ലാത്ത ദേവി എല്ലാവരിലും എന്താണ്? ബോധസത്തയായിട്ട് വിളങ്ങുകയാണ്. ആകാരം എന്നതിന് നമ്മൾ ഇംഗിതം എന്നൊരർത്ഥമുണ്ട്. പ്രത്യേകിച്ച് ഒരു ആഗ്രഹമില്ലാത്ത ദേവിയാണ് നമ്മുടെ മൂലസ്വരൂപം. ഇപ്പൊ കാമനകളില്ലാതെ, ആ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത ആരാധനയാണ് ദേവിക്ക് ഇഷ്ടം. കാമങ്ങൾക്കൊന്നും ആ ഒരു ആത്യന്തിക സുഖം തരാൻ സാധ്യമല്ല. ദേവിക്ക് ഇഷ്ടം എന്താ? ജഗത് പരിപാലനം മാത്രമാണ്. നമുക്ക് അമ്മയെ വേണം. എന്തായിരിക്കണം ഒരു സാധകന്റെ ആഗ്രഹം? അമ്മയെ മാത്രം മതി എന്ന് പറയുന്നത് അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആരാ? ഈ ജഗത് മാതാവായിരിക്കുന്ന ജഗദംബികയായിരിക്കുന്ന അമ്മ തന്നെയാണ്. അപ്പോ ശരിക്കും പറഞ്ഞാല് നിരാകാര എന്നുള്ള നാമം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആകാരം കൊടുക്കുന്നത് നമ്മളാണ്. ദേവിക്ക് ആകാരങ്ങളൊന്നുമില്ല. കാളിയായി ലക്ഷ്മിയായിട്ട് ദശമഹാവിദ്യകളിലൂടെ ഏത് രൂപം കൊടുക്കുന്നു നമ്മുടെ മനസ്സാണ്. അമ്മയ്ക്ക് ഏത് ആകാരം സ്വീകരിക്കാനും സാധിക്കും. ഏത് രൂപത്തിൽ വരണോ അമ്മ വരും അല്ലേ? അപ്പോ
അപ്പൊ നിരാകാര എന്നുള്ള നാമത്തിനോട് ചേർന്ന് വരുന്ന നാമമാണ് നിരാകുല. ആകുലമില്ലാത്തവൾ. നീര പ്ലസ് ആകുല. ആകുലം എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖങ്ങൾ, ദൗർബല്യങ്ങൾ, വ്യസനങ്ങൾ, അല്ലെ, ചാഞ്ചല്യങ്ങൾ, ഇതൊന്നും ഇല്ലാതിരിക്കുന്നവൾ നിരാകുല. അപ്പോ അവിദ്യാസമ്പർക്കമാകുന്ന ആകുലത ഉണ്ടാകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സാധാരണ മനുഷ്യര്, ഇല്ലേ? അത് അവിദ്യ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പൊ കലങ്ങിയ മനസ്സുള്ളവരില് വിദ്യാസ്വരൂപമായിരിക്കുന്ന മനസ്സ് ഉണ്ടാവില്ല. കാരണം എന്താ? ആകുലർക്ക് ശ്രദ്ധയില്ല. വിദ്യ അവരിൽ നിന്ന് അകലെയാണെന്ന് പറയാറുണ്ട്. തെളിഞ്ഞ മനസ്സും ശ്രദ്ധയും വിദ്യാപ്രാപ്തിക്ക് അത്യാവശ്യമാണ്. അപ്പൊ ആകുലം എന്നാല് ശൂന്യനില എന്ന് പറയാറുണ്ട്. സർവവ്യാപിയായി ഊർജ ആ ഒരു ഊർജത്തില് ചിത്ത് എന്ന് ത്രസിക്കുന്ന ചിത് ശക്തി, അല്ലെ? ആ ഒരു ചിത് ശക്തി മണ്ഡലമാണ്. അപ്പോ നിർഗതമായിരിക്കുന്ന ആകുലത്തോടെ ഇരിക്കുന്നവൾ നിരാകുല. ആകുലത ഇല്ലാത്തവൾ, ഇല്ലേ? കുലമില്ലാത്തവൾ, അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. ആരാലും എത്തപ്പെടാൻ സാധിക്കാത്തവൾ എന്നൊക്കെ അർത്ഥമെടുക്കാം. അപ്പോൾ താൻ സദാ പൂർണ്ണയാണെന്ന് ദേവിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഏത് അർത്ഥമെടുത്താലും ആ ഒരു താളിന്റെ ഇരു പുറങ്ങൾ പോലെയാണ്. ദേവി വിദ്യയാണ്, അവിദ്യയാണ്, ലക്ഷ്മിയാണ്, അലക്ഷ്മിയാണ്, അല്ലെ? ഏതിനെ കുറിച്ചും ഒരു അറിവില്ലാത്തവർക്കും ആ പൂർണ്ണമായിരിക്കുന്ന അറിവുള്ളവർക്കും ഒരു ആകുലതയും ഉണ്ടാകാറില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, ഒന്നും അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടോ? ഇല്ല. എന്നാൽ പൂർണ്ണമായി അറിഞ്ഞവർക്കും ദുഃഖങ്ങളില്ല. അപ്പൊ ഇടയ്ക്കുള്ളവർക്കാണ് ആകുലതകളെല്ലാം. ഒരു ചെറിയ കുട്ടി തീരെ തൊടാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. മാത്രമല്ല, അറിവില്ല എന്നും അതിനറിയില്ല. അപ്പൊ അറിവുള്ളവർ കൂടെ വേണം, അല്ലെ? പാമ്പ്, പാറ്റ തുടങ്ങിയവയെ കണ്ട് ഭയക്കുന്നവർക്ക് കാരണം എന്താ? അജ്ഞതയാണ്. അപ്പൊ വിദ്യയുടെയും അവിദ്യയുടെയും സ്വാധീനമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ പ്രാണനെ മൊത്തമായിട്ട് വിശ്വപ്രാണനെന്നും രൂപത്തെ മൊത്തമായിട്ട് വിരാട് സ്വരൂപം എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ പ്രാണൻ ശരീരത്തിൽ വസിക്കുമ്പോൾ പ്രജ്ഞയായിട്ട് മാറും. സ്ഥൂലമാകുമ്പോൾ അത് ഈശ്വരനായി. തന്നിലെ പ്രാണനാണ് ഈശ്വരൻ. ഇപ്പൊ സൂക്ഷ്മ ശരീരത്തിലെ പ്രാണനെ നമ്മൾ തൈജസൻ എന്നും സൂക്ഷ്മ ശരീരത്തിലെ രൂപം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സൂത്രമാണ്, അല്ലെ? ഓരോന്നിലും വേറെ വേറെ നാമങ്ങളാണ്. ഇതിനെ എല്ലാറ്റിനെയും അറിയുന്ന ശക്തിക്ക് ആകുലതകൾ ഒന്നുമില്ല. കുറച്ചറിയുന്നവർക്കാണ് എപ്പോഴും ദുഃഖങ്ങൾ, അല്ലെ? ആകുലതകൾ ഉള്ളത് കുറച്ചറിയുന്നവർക്ക്. ദേവി തന്റെ സൃഷ്ട പ്രപഞ്ചത്തെ കുറിച്ച് സദാ ആകുലയായ ഒരു മാതാവാണ്. മാതാവാണ് തന്റെ മക്കളെ കുറിച്ചുള്ള ആദികളുള്ളത്, അല്ലേ? ഇനി ആകുലതകൾ സദാ വച്ചു പുലർത്തുന്ന അജ്ഞാനികൾക്ക് അപ്രാപ്യയാണ് ദേവീ ശക്തി. എന്തിലും സംശയം വച്ചു പുലർത്തുന്നവർക്ക് പുരോഗതി ഉണ്ടാകുന്നില്ല എന്ന് പറയാറുണ്ട്. സംശയാത്മാ വിനശ്യതി. ഇപ്പൊ തന്നിലെ ചൈതന്യത്തെ തിരിച്ചറിയാതെ നിർഗുണ സഗുണങ്ങൾക്ക് പിന്നാലെ നമ്മൾ അലയുകയാണ്. ഇപ്പൊ വിശ്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണതയാണ് ദേവി. അടുത്ത നാമം ഇതിനോട് തന്നെ ചേർന്ന നാമമാണ് നിർഗുണ. ഗുണങ്ങളില്ലാത്തതാണെന്ന് നമ്മൾ കണ്ടു, അല്ലേ? ഗുണങ്ങളില്ലാത്തവൾ. അപ്പം നിറം, വലിപ്പം, നന്മ, തിന്മ ഇത്യാദി ഗുണങ്ങളെ ഭൗതിക പ്രപഞ്ചത്തിൽ മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്ത് ഇല്ല. അപ്പോ സത്വരജസ് തമോമയിയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഈ പ്രകൃതിക്കാണ് മൂന്ന് ഗുണങ്ങൾക്ക് അധിഷ്ഠ. നമോ ദേവിയെ മഹാദേവിയെ ശിവായെ സതത നമ പ്രകൃത്യേ. ഇപ്പൊ ഗുണങ്ങൾ വരുമ്പോ ആര് വന്നു? പ്രകൃതി വന്നു. ഇപ്പൊ ഗുണാതീതയാണെങ്കിൽ എന്ത് വേണം? നിർഗുണ പരബ്രഹ്മമാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. ഗുണങ്ങള് ശരീര സംബന്ധിയാണ്. ദേവി ചിദ്രൂപിണിയാണ്. അതായത് ഊർജം എന്ന് പറയുന്നത് ചൈതന്യ രൂപമാണ്, അല്ലേ? അത് നമുക്ക് കാണാൻ പറ്റില്ല. അത് ഉള്ളത് കൊണ്ടാണ് എല്ലാ പ്രവൃത്തിയും നടക്കുന്നത്. ഇപ്പൊ നിർഗതമായ ഗുണങ്ങളോട് കൂടിയവൾ നിർഗുണ. അപ്പൊ ഇനി ഗുണമില്ലാത്തവളും നിർഗുണയാണ്. കാരണം ഒരു ശരീരത്തിൽ വസിക്കുന്ന ആത്മാവിന് മാത്രമേ ഗുണപ്രകൃതികളുള്ളൂ. നാം ആരാധിക്കുന്ന ശക്തി സ്വരൂപം എന്ന് പറയുന്നത് അതിൽ നിന്നും ഒക്കെ മുക്തമാണ്. പിന്നെ എന്താണ് നമുക്ക് ആ ഒരു ബാഹ്യമായിരിക്കുന്ന രൂപങ്ങളും നിറങ്ങളും ഒക്കെ നമ്മൾ ആരാധിക്കുന്നത്? സാധകൻ ത്രിഗുണങ്ങൾക്ക് അധീനമാണ്. കാരണം അവൻ നാമരൂപങ്ങളിൽ ശരീരത്തിലിരിക്കുന്നിടത്തോളം കാലം നാമരൂപത്തിന് ഗുണങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു ആരാധനയിൽ അവർക്ക് തൃപ്തി കിട്ടുള്ളൂ. ഓരോരുത്തരും അവനവന്റെ വാസനയ്ക്കനുസരിച്ചുള്ള യുക്തമായ ഗുണങ്ങളാണ് ദേവിയുടെ ബാഹ്യപൂജയിൽ കൊടുക്കുന്നത്. സത്വരജസ് തമോ ഗുണങ്ങളെല്ലാം സാധകന്റെ മനോനില അനുസരിച്ച് ആണ് ചെയ്യുന്നത്, സാധ്യമാക്കുന്നത്. പക്ഷെ ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതയും മുക്തിയുമാണ്. സർവഗുണങ്ങളും രൂപം, സ്വഭാവം എല്ലാം നൽകുന്നതും ആരാണ്? സാക്ഷാൽ ദേവിയാണ്. ഇപ്പൊ പ്രകൃതിയിലെ എല്ലാ ഔഷധങ്ങൾ ഉൾപ്പെടെയുള്ള ഗുണപ്രകൃതത്തോടു കൂടിയാണ്. ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാ? മനുഷ്യനാണ്, ഇല്ലേ?
അക്ഷരങ്ങളിലൂടെയാണ്. ദേവിയാവട്ടെ അക്ഷര സ്വരൂപിണിയാണ്. അപ്പൊ അക്ഷരങ്ങളെ നമുക്ക് ഗുണത്തിലോ നിർഗുണത്തിലോ പെടുത്താൻ സാധ്യമല്ല. ഉപയോഗിക്കുന്ന ആളിന്റെ മനോനില അനുസരിച്ചാണ്. അതുകൊണ്ട് അക്ഷരബ്രഹ്മം എന്ന് പറയുന്നതും അക്ഷരങ്ങളെ പൂജിക്കുന്നതും. സത്വം എന്നാല് ജ്ഞാനവും വിശുദ്ധിയുമാണ്. തമസ് ക്രിയാത്മകവും ആഗ്രഹവുമാണ്. തമോ ഗുണത്തില് അജ്ഞാനവും അലസതയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതൊന്നും നിർഗുണ ശക്തിയായ ദേവിയുടെ ആധാരമേ അല്ല. ആ ഒരു നിർഗുണത്തിലൂടെ ഗുണങ്ങളെ അറിയാൻ പറ്റും. ബ്രഹ്മം നിർഗുണമാണ്. അതിന്റെ ആ ഒരു മധ്യത്തിൽ കയറുമ്പോൾ മാത്രമാണ് വ്യക്തികളായിട്ട് തീരുന്നത്. ഇപ്പൊ എല്ലാം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ബ്രഹ്മത്തിലാണ് എന്നർത്ഥം. അപ്പോ ഗുണങ്ങളില്ലാത്ത ദേവി ഇല്ലേ, അതാണ് നിർഗുണ എന്ന് പറയുന്നത്. ദേവി എന്താ? കലകളില്ലാത്തവളാണ്, നിഷ്കള. 140ാമത്തെ നാമം നിഷ്കള എന്നുള്ള നാമാണ്. കലകളായിട്ട് വിഭജിക്കാത്തവൾ. കലകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭൗതിക ശക്തികളാണ് അല്ലേ. നമ്മൾ 64 കലകൾ എന്ന് പറയുന്നു, 16 കലകൾ എന്ന് പറയുന്നു. ഈ കലകൾ എന്ന് പറയുന്നത് കഷണങ്ങൾ, ഭൗതികമായിരിക്കുന്ന ശക്തികളായിട്ട് വിഭജിച്ചിരിക്കുന്നത്. അപ്പോ കലകൾ, അംശങ്ങൾ, അവയവങ്ങൾ അതൊന്നും ഇല്ലാത്തവളാണ് നിഷ്കല എന്ന് പറയുന്നത്. അപ്പൊ നിർഗുണ, നിഷ്കല, അചിന്യ, നിരാധാര, നിരാശ്രയ, ചൈതന്യ മണ്ഡലാണ് ദേവി. അപ്പൊ ജീവാത്മാക്കള് പരമാത്മാവിന്റെ അംശമാണ്, നമുക്കതറിയാം അല്ലെ. എങ്കിലും വ്യാവഹാരിക ദശയില് അവിദ്യ കൊണ്ട് ഏർപ്പെട്ട ആ ഉപാധികളില് ജീവൻ താൻ പരമാത്മാവിൽ നിന്ന് ഭിന്നയാണെന്ന് തോന്നുന്നു. ഇപ്പൊ തീപ്പൊരി തീയുടെ തന്നെ അംശം തന്നെയാണ് അല്ലെ. തിര സമുദ്രം തന്നെയാണ്. ഇപ്പൊ നിഷ്കലയായ ദേവി തന്നെയാണ് സകലയും. ഇപ്പൊ ബ്രഹ്മമെന്ന് പറയുന്ന ആ ഒരു സകലയായിരിക്കുന്ന ദേവിയെ ധ്യാനിക്കുമ്പോൾ സകല ബ്രഹ്മമായിട്ട് തീരും. അപ്പൊ നമ്മള് ദേവിയെ ധ്യാനിക്കുമ്പോൾ ഏത് രീതിയിലാണോ ധ്യാനിക്കുന്നത് അതായിട്ട് തീരും എന്ന് പറയണം. അപ്പോ നിർഗതമായിരിക്കുന്ന കലയോടുകൂടിയവൾ. അപ്പോ ആ ഒരു എന്താ പറയാ, ആ ഒരു നിശേഷണ കല എന്ന് നമുക്ക് നിർഗതമായിരിക്കുന്ന കല തന്നെയാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കലകളാലും സമ്പുഷ്ടമാണ്. കലകളില്ലാത്തതായിട്ട് ഒന്നുമില്ല. ഇപ്പൊ കലകളില്ലാത്ത അവസ്ഥ എന്തായിരിക്കും? ബ്രഹ്മത്തിന് രൂപമില്ലായ്മയുടെ കാരണം കൂടിയാണ് ഈ നാമത്തില് അനാവരണം ചെയ്യുന്നത്. കാരണം നിഷ്കലയായത് കൊണ്ടാണ് നിർഗുണയായത്. കലകൾ ചേർത്താൽ മാത്രമേ രൂപവും പ്രകൃതവും വന്നു ചേരുന്നുള്ളൂ. ഇപ്പൊ കലയുടെ അംശങ്ങളിൽ നിന്ന് നിശേഷം മുക്തമാക്കപ്പെട്ടത് എന്ന് ബ്രഹ്മസൂത്രം അർത്ഥം പറയുന്നുണ്ട്. അംശങ്ങളില്ലാത്തത്. ഇപ്പൊ ചന്ദ്രന് കലകളില്ലാത്തപ്പോ എന്താ? പൗർണമി അല്ലെ, അല്ലെങ്കിൽ അമാവാസി. ഇത് രണ്ടുമാണ്. അതുപോലെ രണ്ടും നമുക്ക് പൂർണ്ണമാണെന്ന് പറയാം. അതുപോലെ ബ്രഹ്മം എന്നത് പൂർണ്ണവും കലകളിൽ നിന്ന് മുക്തവുമാണെന്ന് അർത്ഥം. അത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. ഒരു തെളിഞ്ഞ ജലാശയത്തിലെ മുങ്ങി പൊങ്ങി വരുന്ന ജീവിയോ മനുഷ്യനോ അവന്റെ പ്രകൃതത്തിന് മാറ്റമില്ല. പക്ഷെ ജലത്തിന് ചുറ്റും ഒരുപാട് നേരത്തേക്ക് ചില പ്രഭാവം പരത്തുന്നതായിട്ട് നമുക്ക് കാണാം ഇല്ലേ. അപ്പോ അതുപോലെ ത്രിഗുണാത്മികയായിരിക്കുന്ന ഈ പ്രകൃതിയിൽ വരുന്ന ഓരോരുത്തരും അവനവന്റെ പ്രഭാവം അനുസരിച്ച് കുറച്ചു കാലം ആ ഒരു ഗുണങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിച്ച് പിന്നെ ഗുണാതീതമായിരിക്കുന്ന തലത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പൊ ജലാശയമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. നിർമ്മലമായ വസ്തു, പിന്നെ കാണുന്ന പ്രകൃതി, ബാക്കി എല്ലാം തന്നെ ഒരു തോന്നൽ മാത്രമാണ്. അതാണ് ഇല്യൂഷൻ എന്ന് പറയുന്ന മായ. അപ്പൊ തോന്നലുകളൊന്നും ശരിയല്ല. തോന്നലുകൾ എന്താ? മനസ്സുള്ളത് കൊണ്ടാണ് തോന്നുന്നത് അല്ലെ. ഇപ്പൊ മനുഷ്യ വീക്ഷണങ്ങൾ ഒന്നും ശരിയല്ല. ലളിതാ നാമങ്ങളില് ആ ഒരു സകലത്തിൽ ആരംഭിച്ച് നിഷ്കലത്തിൽ അവസാനിക്കുന്നതാണ്. സകലം സകളം എന്നാല് രൂപകൽപ്പനയാണ്, രൂപസങ്കല്പമാണ്. ഇപ്പൊ നിഷ്കളങ്കം നിഷ്കളം എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്തത്, അഥവാ സർവ്വരൂപങ്ങളും സമന്വയിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ ശരീരത്തിലെ കുണ്ടലിനിയും സകലത്തിൽ നിന്ന് നിഷ്കലമായതിലേക്കാണ് യാത്ര പോകുന്നത്. ആ ഒരു അനുഭൂതി തലമാണത്. ഇപ്പൊ ദേവീ ശക്തി അല്ലാതെ ഒന്നുമില്ല എന്ന ബോധം അപ്പോഴേ മനുഷ്യന് അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം സത്തും അസത്തും, വിദ്യ അവിദ്യ, ജ്ഞാനം അജ്ഞാനം എല്ലാം ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. ആ ഒരു അവിഭാജ്യയാണ് ദേവി. പ്രപഞ്ചത്തിന്റെ ആ ഒരു നിർജീവ വസ്തുക്കൾ എല്ലാം തന്നെ ദേവിയുടെ കോശങ്ങളാണ്. ഓരോ കലകളും ശക്തിയിൽ നിന്നാണ് നിർഗതമാകുന്നത്. അപ്പൊ കലയെ കളങ്കമായിട്ട് കാണുന്നത് പുണ്യപാപങ്ങൾ ഏശാത്ത നിഷ്കള നിർഗുണ സ്വരൂപമാണ് ദേവി എന്ന് മനസ്സിലാക്കണം. കാരണം കല എന്നതിന് കളങ്കമെന്നും വൃദ്ധ എന്നുമുള്ള അർത്ഥം നമുക്ക് എടുക്കാം. ഈ നാമങ്ങളെല്ലാം തന്നെ നമുക്ക് എന്താ പറയുന്നത്? ഏകമായിരിക്കുന്ന അമ്മയുടെ ആ ഒരു പ്രഭാവത്തെയാണ് അല്ലെ. എല്ലാം ഒന്നാണ്, അവിടെ നിന്നാണ് ഇതെല്ലാം വരുന്നത്.
ഇപ്പൊ കലകള്, കാരണം 36 തത്വങ്ങളെ കാണിക്കുന്നു. കാശ്മീർ ശൈവിസത്തിലെ 36 തത്വങ്ങളിലൂടെയാണ് പ്രകൃതി ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ശ്രീചക്രം അത് തന്നെയാണ് നമുക്ക് കാണിക്കുന്ന ബിന്ദുവിൽ നിന്ന് ഭൂപുരം വരെയുള്ള ആ ഒരു രൂപം. അത് തന്നെയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ശരീരം എങ്ങനെ ഉണ്ടായി, അതിനകത്ത് എങ്ങനെയാണ് ആ ബിന്ദു സ്ഥാനത്ത് ശിവശക്തികൾ ഇരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് ഒരു ചിത്രം തെളിയുന്ന പോലെ ശ്രീവിദ്യ ഉപാസകന് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ഉറപ്പാണ്. അപ്പോ നിഷ്കളയായിരിക്കുന്ന ദേവി അല്ലെ, അപ്പൊ നിർഗുണ, നിഷ്കള, അപ്പൊ കലകളായിട്ട് വിഭജിക്കാൻ പറ്റാത്തവള്, ആ ദേവി എന്താണ്? ശാന്ത. അപ്പൊ ശാന്ത എന്ന് പറഞ്ഞാല് ശാന്തിയുടെ ശാന്തീകൃത ഭാവമായിട്ടുള്ളവൾ. ഒന്നുമില്ലാതിരിക്കുന്ന ഒരാൾ എന്തായിരിക്കുന്നത്? എപ്പോഴും എങ്ങനെ ഇരിക്കും? ശാന്തമായിട്ടിരിക്കും അല്ലെ, ശാന്ത. നിഷ്കലം, നിഷ്ക്രിയം, ശാന്തം, ഇത് ബ്രഹ്മസ്വരൂപമാണ്. അശാന്ത എന്ന പദം എല്ലാ ആശകളിലും, അതായത് ദിക്കുകളിലും വ്യാപിച്ചിരിക്കുന്നവൾ, സർവവ്യാപി, അനാദിനിധന, ആദ്യന്തരഹിതയായിട്ടിരിക്കുന്നവൾ ഇല്ലേ, ആ ദേവി എന്തായിട്ടിരിക്കുന്നു? ശാന്തയായിട്ടിരിക്കുന്നു. സദാ ശാന്തതയോടെ ഇരിക്കുന്നവളാണ് ശാന്ത. ഇപ്പൊ നമ്മുടെ എന്താ പറയുക, നമ്മിലെ ശക്തി സദാ ശാന്തയാണ് അല്ലെ, ആശ്വാസമായിട്ടിരിക്കുന്നവളാണ് ശാന്ത. ഇപ്പൊ ഒരു വ്യക്തിക്ക് ഏറ്റവും വേണ്ട ഗുണം എന്താണ്? എല്ലാവരും കാക്ഷിക്കുന്നത് ശാന്തതയാണ് ഇല്ലേ. വന്യമായ സ്വഭാവം എന്നത് എന്താണ്? ക്രോധമാണ്. അപ്പൊ ശാന്തമാണ് എല്ലാവരുടെയും സ്വരൂപം എന്നുള്ളത്. പ്രണവത്തിന്റെ 7ാമത്തെ അവസ്ഥയാണ് ശാന്തം. പ്രണവത്തിന്റെ 7 അവസ്ഥകള് അകാരം, ഉകാരം, മകാരം, ബിന്ദു, നാദം, ശക്തി, ശാന്തം അല്ലെ. അപ്പൊ ഇതാണ് പ്രണവത്തിന്റെ അവസ്ഥാന്തരങ്ങള്. ഏറ്റവും പുണ്യമായിരിക്കുന്ന നാമമാണ് ശാന്ത. പണ്ട് ആൺ പെൺ ഭേദമന്യേ ശാന്ത എന്ന് പേര് ഇടാറുണ്ടായിരുന്നു. അഷ്ടവസുക്കളിൽ ഒരാളായിരിക്കുന്ന ആപന്റെ പുത്രനും രാജാവായ ആ ഒരു പ്രിയവ്രതന്റെ പുത്രനും ശാന്തൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ദശരഥ മഹാരാജാവിന്റെ പുത്രിയുടെ പേര് ശാന്ത എന്നായിരുന്നു. അപ്പൊ പ്രണവത്തിന്റെ ആ ഉ മ എന്നത് ഒരു മന്ത്രത്തിന്റെ ശബ്ദമാണ്. ഇപ്പൊ ശരീരം കഴിയുമ്പോൾ പിന്നെ ആത്മാവാണ് അല്ലെ, മനസ്സാണ്. മനസ്സ് എന്നത് ബിന്ദു. ഇപ്പൊ ബിന്ദുവിലേക്കുള്ള പ്രയാണം സംഭവിക്കുന്നത് എന്തിലൂടെയാണ്? നാദത്തിലൂടെയാണ്. ഇപ്പൊ നാദത്തിലേക്കുള്ള പ്രയാണം ശക്തിയിലൂടെയാണ് അല്ലെ. ഈ ശക്തിയാണ് 6ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ 6 അവസ്ഥകളും ചേർന്ന് 7ാമത്തെ അവസ്ഥയെ പ്രാപിക്കുന്നതാണ് ശാന്തി. അപ്പൊ ശാന്താവസ്ഥയെ പ്രാപിച്ച സാധകൻ പിന്നെ മനസ്സിളകാതെ ബിന്ദുവിൽ തന്നെ ശ്രദ്ധിച്ച് പ്രപഞ്ചത്തെ അറിയുന്നു എന്ന് പറയണം. പരമമായ മോക്ഷം തന്നെയാണ് ശാന്ത എന്ന് പറയുന്ന അവസ്ഥ. മഹാനായ അഷ്ടാവക്ര മുനിയുടെ പിതാമഹനായ ഉദ്ദാലക മഹർഷിയാണ് അങ്ങനെ പ്രണവത്തെ ഉപാസിച്ച് തന്റെ 7 അവസ്ഥകളിലൂടെയും സഞ്ചരിച്ച് ജീവന്റെ മുക്തി നേടിയത്. ആ ഒരു പ്രണവത്തെ മുറിച്ച് ധ്യാനിച്ച് അതിന്റെ 5 അവസ്ഥകളിൽ ഏറ്റവും അവസാനത്തെ പദമാണ് സായുജ്യം. മറ്റ് 4 അവസ്ഥകള് സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. അപ്പൊ ഉദ്ദാലക മഹർഷി ആ ഒരു എന്താ പറയാ 4 അവസ്ഥകൾ ആദ്യത്തെ 4 അവസ്ഥകൾ പിന്നിട്ടപ്പോ തന്നെ മുക്തനായി എന്നാണ് കഥ. പിന്നെ അദ്ദേഹം ശരീരമില്ലാതെ ആശ്രമങ്ങളിലും വനാന്തരങ്ങളിലും വിഹരിക്കുകയായിരുന്നു എന്ന് പറയണു. അപ്പൊ സമാധിസ്ഥനും അല്ലാതെയുമായിട്ട് അനേക വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ജ്ഞാനപദമായിരിക്കുന്ന നാദത്തിലേക്ക് എത്തിച്ചേർന്നു. അതിനുശേഷമാണ് ആത്മാവ് ആ ഒരു സത്വാത്മാവായിട്ട് തീരുന്നത്. നവരസങ്ങളിൽ 9ാമത്തെ ഭാവമാണ് ശാന്തം. ആ ഒരു നിർഭേദാവസ്ഥ എന്നത് ആ ഒരു ദ്വൈത വിമുക്തമായിരിക്കുന്ന ധ്യാനാവസ്ഥ തന്നെയാണ്. പരമശിവന്റെ ധ്യാന രൂപം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതാണ്. അപ്പോ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പേര് അല്ലെ, അതാണ് ശാന്ത എന്ന് പറയുന്ന ദേവിയുടെ ഉയർന്ന ഒരു നാമമാണ്. അടുത്തത് നിഷ്കാമ. നിഷ്കാമ എന്ന് പറഞ്ഞാല് ആഗ്രഹമില്ലാത്തവൾ. നീ പ്ലസ് കാമ. കാമം എന്ന് പറഞ്ഞ ആഗ്രഹം അല്ലെ. നമ്മുടെ 142ാമത്തെ നാമം ഇതാണ് പറയുന്നത്, ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവൾ. അപ്പോ ഒരു കാമവും ഇല്ലാത്തവൾ, പരബ്രഹ്മത്തിന്റെ കാമം അഥവാ ഇച്ഛ, ആ ഒരു നിത്യ സത്യമായിരിക്കുന്ന പരാവിദ്യ മാത്രമാണെന്ന് ഇത് നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ഒരു സ്വാർത്ഥകാമം ഒന്നും അതിലില്ല. ബ്രഹ്മത്തെ നമ്മൾ നേതി നേതി എന്നറിയണമെന്നാണ്. നേതി നേതി എന്ന് പറഞ്ഞാൽ ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് അറിയുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ എത്തിച്ചേരുന്നത്. അപ്പൊ പൂർണ്ണമത പൂർണ്ണമിതം. അപ്പം എന്താണ്? അവിടെ പൂർണ്ണമാണെങ്കിൽ ഇവിടെയും പൂർണ്ണമാണ് അല്ലെ. പൂർണ്ണമായ ഒന്നില് അപൂർണമായിട്ടുള്ള യാതൊന്നുമില്ല.
ഇപ്പൊ നിർഗതമായിരിക്കുന്ന കാമമുള്ളവളാണ് നിഷ്കാമ. ഇപ്പൊ സ്വാർത്ഥതയില്ലാത്തവൾ, യാതൊരു കാമനകളില്ലാത്തവൾ എന്നൊക്കെ നമുക്ക് വാച്യാർത്ഥം എടുക്കാം. ഒരു ശാന്തമായ മനസ്സുള്ള ഒരാള് ആഗ്രഹങ്ങളോ കാമങ്ങളോ കാമനകളോ ഒന്നും ഇല്ലാത്തവരായിരിക്കും, അല്ലെ? ഇല്ലെങ്കിൽ മനസ്സ് സദാ ചഞ്ചലമായിരിക്കും. അപ്പോൾ ആ ഒരു സർവ്വവ്യാപിയായിരിക്കുന്ന ബ്രഹ്മം ഒരു കാമത്തിലും അധിഷ്ഠിതമല്ല എന്നർത്ഥം. എല്ലാം താൻ തന്നെ, തൻ്റേത് തന്നെ. അപ്പോ അവിടെ കാമത്തിന് പ്രസക്തിയില്ല. ഇപ്പൊ നിസ്വാർത്ഥമായവൾ, മനുഷ്യൻ ഏറ്റവും മറക്കുന്ന ഒരു ഗുണമാണ് നിസ്വാർത്ഥത എന്ന് പറയുന്നത്, അല്ലെ? ഇന്ന് എല്ലാവർക്കും എന്താണ്? സ്വാർത്ഥ ലാഭ ചിന്തയാണ്. എല്ലാ അധപതനത്തിനും മൂല കാരണം അത് തന്നെയാണ്. ദേവി ചൈതന്യം എപ്പോഴും നിസ്വാർത്ഥമായിരിക്കുന്നത് ഉള്ളിൽ ഒരു തൃപ്തിയും പൂർണ്ണതയും ഉള്ളത് കൊണ്ട് മാത്രമാണ്. അവിടെ കാമങ്ങളില്ല, അല്ലെ? മനുഷ്യൻ ശരീരിയായതുകൊണ്ട് സ്വാർത്ഥതയും മമത്വവും ഉണ്ടാകുന്നു. കാരണം ഇത് രണ്ടാണ് നമ്മൾ ദേവിക്ക് എന്ന് സമർപ്പിക്കേണ്ടത്. അഹം മമ. എപ്പോഴാണോ ഞാൻ ശരീരം എന്ന് പറയുന്ന ഒരു ബോധം വരുന്നത്, അപ്പൊ അത് എന്റേതെന്ന് പറയും, അല്ലെ? ഈ രണ്ട്, എന്താ പറയാ, കാമം ക്രോധം, അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ക്രോധം, ഇത് രണ്ടും ദേവിക്ക് സമർപ്പിച്ചാല് നമ്മൾ കാലക്രമേണ അതിൽ നിന്നും മുക്തരാകും. അത്തരം ആ ഒരു അശുദ്ധികള് ഒഴിവാക്കാനാണ് നമ്മൾ ഈ സാധനാ ചതുഷ്ടയം. കാരണം സന്യാസി ഗീതയിലെ വാക്കുകൾ ഇങ്ങനെയാണ്: ആരാണോ ആസക്തികളില്ലാതെ സർവ കർമ്മവും ബ്രഹ്മത്തിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, അവൻ വെള്ളത്താൽ നനയ്ക്കാൻ പറ്റാത്ത താമര താള് പോലെ പാപങ്ങളിൽ നിന്ന് മുക്തമാകുന്നു. സദാ വെള്ളത്തിൽ കിടന്നിട്ടും വെള്ളം അതിനെ നനയ്ക്കുന്നില്ല, അല്ലെ? എല്ലായിടത്തും നമ്മളെ ഈശ്വര ചൈതന്യത്തെ ദർശിക്കുന്നവൻ, ആ ഒരു ദർശിക്കുന്നവർക്ക് കാമനകൾ ഇല്ലാതാകണു. അത് കർമ്മത്തെ ബാധിക്കാതെ, കർമ്മഫലത്തെ കുറിച്ച് വിഷമിക്കാതെ, കർമ്മഫലം ഇന്നതാകണമെന്ന് ശഠിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കണു. ഭഗവത്ഗീതയും ഇത് തന്നെയാണ് പറയുന്നത്. ഈശാവാസ്യ ഉപനിഷത്തിലെ ശാന്തി മന്ത്രവും പറയുന്നു, പൂർണ്ണമിത പൂർണ്ണമിതം, അല്ലെ? അപ്പൊ ആ ഒരു പ്രസിദ്ധ മന്ത്രം നമ്മളെ എല്ലാത്തിന്റെ അവസാനം പറയുന്നത് എന്താ? നമ്മൾ പൂർണ്ണമാണ്, നമ്മൾ എന്തോ അപൂർണമാണോ എന്നുള്ള ചിന്ത. ശരീരം എന്നും അപൂർണമാണ്, അല്ലെ? ആ ചിന്തയാണ് നമുക്ക് പൂർണ്ണത നേടാനുള്ള നമ്മുടെ ഉള്ളിലെ ആഗ്രഹം. നമ്മൾ എന്തൊക്കെയോ നേടിയത് കൊണ്ട്, അല്ലെ? സ്വത്ത്, പണം, പേര്, പ്രശസ്തി, ഇതെല്ലാം നേടിയാലും കാലക്രമേണ ഇതെല്ലാം നശിച്ചു പോകും. ഇവിടെ ഒന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മൾ വെറും വഴിപോക്കരാണ്, അല്ലെ? ഇവിടെ വന്ന് കുറച്ചുനാൾ താമസിക്കാൻ വന്നവരാണെന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാല് നമ്മൾ പൂർണ്ണമാണ്, ഒരു പൂർണ്ണ സ്വരൂപം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകും. അപ്പോ ആ ഒരു സപ്തത്തിലും പൂർണ്ണത ദർശിക്കുന്നവര് എന്താ? സദാ സംതൃപ്തരുമായിരിക്കും, അല്ലെ? നമുക്ക് തൃപ്തി കുറവ് വരുന്ന എന്താ? നമ്മൾ പൂർണ്ണരല്ല എന്നുള്ള ചിന്തയാണ്. അപ്പോ ആ അതിന്റെ കൂടെ ചേർന്ന് വരുന്ന ഒരു നാമം കൂടെ കണ്ടിട്ട് നമുക്ക് ഇന്ന് നിർത്താം. നിരുപപ്ലവ. മീര പ്ലസ് ഉപപ്ലവ. ഉപപ്ലവം എന്ന് പറഞ്ഞാല് പ്രകൃതി പീഡകൾ, ആപത്തുകൾ ഇല്ലാത്തവൾ, അവയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്നവൾ എന്നർത്ഥം. അതിന്റെ അർത്ഥം എന്താണ്? നാശമില്ലാത്തവൾ, അല്ലെ? നിത്യമുക്തയും നിർനാശയുമായിട്ടുള്ള അക്ഷര ബ്രഹ്മം തന്നെയാണ് അമ്മ. നിർ പ്ലസ് ഉപ പ്ലസ് പ്ലവ. അപ്പൊ അങ്ങനെ വിഗ്രഹിക്കണമെങ്കിൽ ശരീരത്തില് അമൃതപ്ലാവനം ഉണ്ടാക്കുന്നവൾ. അപ്പോ ഈ ഒരു നിരുപപ്ലവ എന്ന് പറഞ്ഞ, അതായത് നിർഗതമായ ഉപപ്ലവത്തോട് കൂടിയവൾ നിരുപപ്ലവ. ഉപപ്ലവം, അതായത് അതിനെ നമുക്ക് നിർഭാഗ്യം എന്ന് പറയാം, അധീശത്വം, ഗ്രഹണം, നാഗം, എങ്ങനെയൊക്കെ നമുക്ക് അർത്ഥം എടുക്കാം. ആധ്യാത്മികത തിരിച്ചറിയുമ്പോൾ മനുഷ്യന് ലൗകികമായിട്ട് യാതൊന്നും ഇല്ലാന്ന് മനസ്സിലാവും. കൽപ്പവൃക്ഷവും കാമധേനുവും ഭൗതിക സമ്പത്താണ് അത് നൽകുന്നെങ്കിൽ, നമുക്ക് ദേവിയുടെ പാദഭജനം ജ്ഞാനമാകുന്ന ആത്മീയ സമ്പത്താണ് നൽകുന്നത്, അല്ലെ? അതുകൊണ്ടാണ് ഇന്ദ്രലോകത്ത് പോയാലും വീണ്ടും ജന്മമുണ്ടാകുന്ന എന്താ? കാമനകൾ പൂർത്തീകരിച്ചാല് നമുക്ക് ഈശ്വരനായിട്ട് തീരണമെങ്കിൽ എന്ത് വേണം? ഈശ്വരന്റെ പാദപത്മങ്ങൾ തന്നെ പൂജിക്കണം, അല്ലെ? അവിടെ കാമങ്ങളില്ല. അമ്മയെ വേണം, അമ്മയായിട്ട് തീരണം, അമ്മയിൽ ചേരണം, അല്ലെ? ഒരു ഒരു മഴത്തുള്ളി എങ്ങനെയാണോ സാഗരത്തിൽ ലയിക്കുമ്പോൾ അത് മഴത്തുള്ളി എന്ന് പറഞ്ഞ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെട്ടിട്ട് അത് സാഗരമായിട്ട് തീരുന്നത്, അതുപോലെ ഈ ജീവാത്മ പരമാത്മാവിൽ ലയിക്കുമ്പോൾ പരമാത്മാവായിട്ട് തീരുന്നു. ആരാണോ നാശത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഗതമായിട്ടിരിക്കുന്നത്, ആ ശക്തി നാശമേ തീണ്ടാത്ത നിരുപപ്ലവ, നിശേഷേണ ഉപപ്ലവ എന്ന് കണ്ടിയൂർ സ്വാമികൾ പറയാറുണ്ട്. അതായത് ആ സദാ അമൃത് പൊഴിക്കുന്നവൾ. നിഹി പ്ലസ് ഉപ പ്ലസ് പ്ലവ എന്ന വാക്ക് പിരിക്കുമ്പോൾ വരുന്നുണ്ട്. അപ്പൊ നീ എന്നത് ആ പിണ്ടത്തെ ദ്യോതിപ്പിക്കുന്നു. ഉപ എന്ന് പറഞ്ഞാൽ സമീപിക്കുന്നത്, പ്ലവം എന്ന് പറഞ്ഞാൽ തുള്ളി. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഓരോ അണുകിലെയും അമൃത് പൊഴിയിച്ച് ഊർജം പകരുന്നവൾ.
ഇത് കുണ്ടലിനി സാധനയായിട്ട് പറയുമ്പോൾ കുണ്ടലിനി സഹസ്രാരത്തിലെത്തി ശിവസംയോഗത്തിൽ വരുന്ന അമൃതത്തുള്ളി അത് തൊണ്ടയിലൂടെ ശരീരത്തിന്റെ നാഡീഞരമ്പുകളെ നനയ്ക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇനി ജീവിതത്തിൽ മനുഷ്യന് സംഭവിക്കുന്ന ദുഃഖങ്ങള് തിരിച്ചടികള് എല്ലാം തന്നെ അവനവന്റെ കർമ്മം കൊണ്ട് കാലത്താൽ നൽകപ്പെടുന്നതാണ്. ഇപ്പൊ ദേവനോ ദേവിയോ അല്ല നമ്മളെ ശിക്ഷിക്കുന്നത്, അത് സ്വയം നമ്മൾ മനസ്സിലാക്കണം. സ്വയം കൃത പാപങ്ങളാണിത്. ഇപ്പൊ പുണ്യം ക്ഷയിക്കുമ്പോൾ പാപം അനുഭവിക്കേണ്ടി വരുന്നു. നാശമില്ലാത്ത പരബ്രഹ്മ തത്വം തന്റെ ഉള്ളില് ആണ് എന്ന് അറിഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ വാക്കുകൊണ്ട് പോലും നമ്മൾ ആരെയും ഉപദ്രവിക്കില്ല. ഒരു വിദ്യയും ഉപരി അഥവാ ബാഹ്യ അറിവല്ല വേണ്ടത്, സ്വയം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ സ്വയം ഇരിക്കുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ അറിയലാണ്. ഈ ആളിനെയാണ് നമ്മൾ സാധകൻ എന്ന് പറയുന്നത്. അപ്പൊ ദേവിയുടെ ഈ പറഞ്ഞ നാമങ്ങളെല്ലാം തന്നെ ഇപ്പൊ നമ്മൾ കുറച്ച് നാമങ്ങൾ കണ്ടു. 143 നാമം വരെ കണ്ടു. ഇനിയും കുറെ നാമങ്ങൾ നിത്യമുക്ത, നിർവികാര, നിഷ്പ്രപഞ്ച, നിരാശ്രയ, നിത്യശുദ്ധ, നിത്യബുദ്ധ, നിരവധ്യ, നിരന്തര. ഈ പറയുന്ന എന്തുകൊണ്ടാ ഈ എന്താ പറയുക ഈ നാമങ്ങൾ ഇത്രയും കൂടുതൽ വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഡ്യുവാലിറ്റിയിൽ നിന്ന് നമുക്ക് ഏകമായിട്ടുള്ള ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്നാണ് അല്ലെ, സത്യസ്വരൂപമായിരിക്കണം ഏകമായിരിക്കണം അദ്വൈതത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഈ നാമങ്ങൾ നല്ലതായിട്ട് അറിയണം. കാരണം മാറ്റങ്ങളില്ലാത്ത പ്രപഞ്ചത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ആശ്രയങ്ങൾ ഒന്നുമില്ലാത്ത നിത്യശുദ്ധമായിരിക്കുന്ന നിത്യശുദ്ധിയായിരിക്കണം അമ്മയെ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ബോധസ്വരൂപിണിയായിരിക്കുന്ന ദേവി നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു തെളിഞ്ഞു വന്ന് എപ്പോഴാണോ ശരീരം ഉപേക്ഷിക്കുന്നത് ഭയം കൂടാതെ നമുക്ക് യമകിങ്കരന്മാര് വരുമ്പോ ദേവിയോട് പറയാം അല്ലേ, ആ ഒരു അമ്മയുടെ തൃക്കൺ കടാക്ഷം അല്ലെ, ആ ഒരു നോട്ടം മാത്രം മതി നമുക്ക് മരണത്തിനപ്പുറം. മരണം എന്ന് പറയുന്ന ശരീരത്തിനാണ്, ആത്മാവ് എവിടെയാണോ എത്തിച്ചേരുന്നത് ആ പാദപത്മങ്ങളിൽ എത്തിച്ചേരും. സാധകന്റെ ഉറപ്പാണിത്, ദേവി തരുന്ന അനുഗ്രഹമാണിത്. ആ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ നാമങ്ങൾ ഇവിടെ നിർത്താം. വീണ്ടും ഇതേ നാമങ്ങൾ നമുക്ക് തുടരാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.